Hello, all. Good morning. Hi, Hema. Good morning. Hi, all. Good morning. കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം അല്ലേ? കുറച്ച് പേരും കൂടെ ജോയിൻ ചെയ്യാന്ന് പറയാൻ ഓൾറെഡി 10:05 Maybe, yes, 5 minutes. Let's wait for maybe 2 or 3 minutes more. ജോയിൻ ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലിനക്സ് മെഷീൻ ഉണ്ടോ? Maybe first of all, welcome to the workshop session. So, നമ്മൾ back in 2021 begin series 1 start ചെയ്തിരുന്നത്. After a long period of time, നമ്മളിപ്പോൾ സെക്കൻഡ് വേർഷൻ അതിൻ്റെ ബിഗിൻ ചെയ്തിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ഇതിൻ്റെ ഫസ്റ്റ് ലിനക്സ് ഫണ്ടമെൻ്റൽ സെഷൻ നമുക്ക് ലാസ്റ്റ് വെനസ്ഡേ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഐ ബിലീവ് നിങ്ങൾ എല്ലാവരും തന്നെ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത്. ദെൻ നൗ അതിൻ്റെ ഒരു ഫോളോ അപ്പ് സെഷൻ എന്നുള്ള രീതിയിലാണ് ഈ വർക്ക്ഷോപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ബിഗിനർ സീരീസിൻ്റെ ഒരു മെയിൻ ഫോക്കസ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ ഡെവോപ്സ് ആൻഡ് ക്ലൗഡ് റിലേറ്റഡ് ഉള്ള ഒരു മേഖലയിലേക്ക് നിങ്ങൾക്ക് ഒരു എക്സ്പെർട്ടൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഏതെല്ലാം മേഖലയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സീരീസ് ഓഫ് സെഷൻസ് ആയിരിക്കും ബണ്ടിൽ ചെയ്തിരിക്കുന്നത്. സോ ആസ് പാർട്ട് ഓഫ് ദാറ്റ് ആക്ച്വലി വി ആർ ഓർഗനൈസിങ് എ വർക്ക്ഷോപ്പ് ടുഡേ. അപ്പോൾ തീർച്ചയായിട്ടും വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുഡേ എക്സാക്ട്ലി ഒരു ലിനക്സ് ബേസ്ഡ് വർക്ക്ഷോപ്പാണ്. സോ ഫോർ us നമുക്കതൊരു ലിനക്സ് ബേസ്ഡ് മെഷീൻ ഓർ മേ ബി ഒരു അറ്റ്ലീസ്റ്റ് ഒരു WSL പോലെ എന്തെങ്കിലും നമ്മുടെ പക്കലുണ്ടെങ്കിലാണ് ദാറ്റ് വുഡ് ബി മോർ ഫ്രൂട്ട്ഫുൾ അല്ലേ. അപ്പോൾ എല്ലാവരും അത്തരത്തിൽ പ്രിപ്പയർ ആയിട്ടുണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. സോ നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പ് സെഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് വി ഹാവ് അവർ ട്യൂട്ടർ എന്ന് പറയാം. സോ ഹേമ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലാസ്റ്റ് സെഷൻ വളരെ ഗംഭീരമായിട്ടാണ് അത് ഹാൻഡിൽ ചെയ്തിരുന്നു. സോ വി ക്യാൻ മേ ബി ഹാൻഡ് ഓവർ ദ സെഷൻസ് ടു ഹേമ. സോ ഹേമ, യു ക്യാൻ സ്റ്റാർട്ട്. താങ്ക് യു സജാദ്. സോ ലാസ്റ്റ് നമ്മുടെ സെഷൻ അറ്റൻഡ് ചെയ്തിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മളൊരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് ഒരു കംപ്ലീറ്റ്ലി ന്യൂ ബിഗിനറിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷനായിരുന്നു അത്. ഇന്നത്തെ ലാബ് അങ്ങനെ ഒരു പ്യുവർലി ഒരു ബിഗിനറിന് വേണ്ടിയിട്ടുള്ള സെഷനാണ്. ബേസിക് കമാൻഡ്സ് ഒക്കെയാണ് നമ്മൾ ഫെമിലറൈസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഷെല്ല് യൂസ് ചെയ്യുക, ഷെല്ലാണ് കമാൻഡ് പ്രോംപ്റ്റ് ഇൻ ലിനക്സ്, അതെങ്ങനെയാണ് ഷെല്ല് യൂസ് ചെയ്യുക, അവിടെ എങ്ങനെയാണ് കമാൻഡ്സ് റൺ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ബേസിക് കമാൻഡ്സ് ടു സ്റ്റാർട്ട് വിത്ത് ഓർ ടു ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് യുവർ ഡീപ് ഡൈവ് ഇൻ ടു ലിനക്സ് വേൾഡ്. സോ നമുക്ക് അതിന് വേണ്ടതൊരു ലിനക്സ് മെഷീനാണ്. ഇപ്പോൾ നമ്മുടെ വിൻഡോസ് ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ WSL എന്ന് പറയുന്ന വിൻഡോസ് സബ് സിസ്റ്റം ലിനക്സ് എന്ന് പറയുന്ന സാധനം ഇൻസ്റ്റാൾ ചെയ്താൽ ലിനക്സ് കമാൻഡ്സ് നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും. ഇല്ല അപ്പം അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും ഇൻസ്റ്റാൾ ചെയ്യാൻ. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ഫ്രീ ലാബ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ഫാസ്റ്റർ അതുമായിരിക്കും നമുക്ക്. പക്ഷേ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. 1 hour ലാബ് ഉണ്ടാവുള്ളൂ, ഫ്രീ ലാബ്. ഞാൻ കോട്ട് ക്ലൗഡ് എന്ന് പറയുന്ന അവരുടെ ഒരു ഫ്രീ ലാബിൻ്റെ ലിങ്ക് ഞാൻ ചാറ്റിൽ പേസ്റ്റ് ചെയ്യാം. WSL ഇല്ലാത്തവരോ ലിനക്സ് മെഷീൻ ഇല്ലാത്തവരോ അവർക്ക് ഇത് യൂസ് ചെയ്യാം. എല്ലാവരും ഈ ലാബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാം. അത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്തിട്ട് ലിനക്സ് ബാഷ് പ്രോംപ്റ്റ് എന്ന് പറയുന്ന ഒരു ടൈലുണ്ട്, ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാബ് സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു വിത്തൗട്ട് അക്കൗണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ആക്സസ് ചെയ്യൂ, എന്നിട്ട് നമുക്ക് ലാബ് സ്റ്റാർട്ട് ചെയ്യാം. ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സസിബിൾ ആണെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഹാൻഡ്സ് റൈസ് ചെയ്യാം.
ചോദിക്കാം. To the participants, basically ഒരു വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും അതിൻ്റെ കോർ എന്ന് പറയുന്നത് അതൊരു ഇൻ്ററാക്റ്റീവ് സെഷൻ ആയിരിക്കുമ്പോഴാണ് കൂടുതലും അത് ഹെൽപ്ഫുൾ ആവുക. സോ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ഒരു കാര്യം കൂടി, ഇറ്റ്സ് ലൈക്ക് നമുക്ക് ഹേമയെ പോലെയുള്ള ട്യൂട്ടേഴ്സ് എല്ലാം നമുക്ക് വരുന്നത് ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കി ലൈക്ക് ടേക്ക് മാക്സിമം ഔട്ട് ഓഫ് ഇറ്റ്. That's it. Thank you. നമുക്കിതൊരു ഇൻറ്ററാക്റ്റീവ് സെഷൻ ആയാൽ ഒന്നും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഇഫ് യു ക്യാൻ അൺമ്യൂട്ട് യുവർ സെൽഫ്, ഡോണ്ട് ഹെസിറ്റേറ്റ് ടു സ്പീക്ക് ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. കാരണം ലേണിംഗ് ഓൾവേസ് ഹാപ്പൻ ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. So you have to ask the right question. There is nothing wrong in asking the right question. അതിന്റെ ഒരു നമ്മളെ ഈ സെഷൻ റെക്കോർഡിംഗ് ആണല്ലോ. റെക്കോർഡിംഗ് ആണ്. Yes, yes. അപ്പോൾ എല്ലാവരും ലാബ് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആർ യു ഏബിൾ ടു സീ ദ ഷെൽ? സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ടോ? ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, ലാബ് ഇങ്ങനെ. ഓക്കെ, സോ ഞാൻ അയച്ച ലിങ്ക് ആക്സസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. കാണുന്നുണ്ടോ ഇങ്ങനെ? So basically പാർട്ടിസിപ്പൻസിൻ്റെ റെസ്പോൺസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ചോദിക്കുന്നത് ചിലപ്പോൾ എല്ലാവർക്കും മ്യൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. മേ ബി യു ക്യാൻ യൂസ് ദ ചാറ്റ് ആസ് വെൽ. സോ അറ്റ്ലീസ്റ്റ് പ്രസൻറ്റർ ക്യാൻ ഓൾസോ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് നോക്കാം. നമ്മുടെ റെസ്പോൺസസ് ചാറ്റിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. മെവിൽ, നിഷാര, താങ്ക് യു സോ മച്ച്. ചാറ്റിൽ റെസ്പോണ്ട് ചെയ്താലും മതി. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ലിനക്സ് ബാഷ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലാബ് പ്രൊവിഷൻ ചെയ്യും. വൺസ് അത് പ്രൊവിഷൻ ചെയ്താൽ ഇങ്ങനൊരു ടെർമിനൽ കിട്ടും. നമുക്ക് ലാബ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എല്ലാവരും യെസ് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാഷ് പ്രോംപ്റ്റ് അല്ലേ ക്ലിക്ക് ചെയ്യുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ, ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ജെറിൻ, അഭിജിത്ത്, രാഹുൽ എല്ലാവരും യെസ് പറയുന്നുണ്ട്. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും. ആയി വരുന്നുള്ളൂ. ഓക്കെ. നമ്മൾ മെജോറിറ്റി ആൾക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും അതൊരു വിഷയമല്ല. അതുകൊണ്ട് ട്രൈ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, സംസാരിക്കാൻ ശ്രമിക്കൂ. നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ലേൺ ചെയ്യും. ഇപ്പോൾ ആരെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാരോ സംസാരിക്കാൻ ഇനീഷ്യേറ്റീവ് എടുത്ത് സംസാരിച്ചു തുടങ്ങിയാൽ ഗ്രാജുവലി ബാക്കിയുള്ള ആൾക്കാരും സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്കൊരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻ ആയിരിക്കും. ലാബിൽ ഓടി ചെയ്താൽ പറയണേ. ഓക്കെ, ലാബ് ആക്സസിബിൾ ആണ്, എനിക്ക് വർക്കിംഗ് ആണ്. ഓക്കെ, ഗ്രേറ്റ്. അജി അജി സംസാരിക്കുന്നുണ്ട്. താങ്ക് യു അജി, ഇനീഷ്യേറ്റീവ് എടുത്തതിന്.
താങ്ക് യു. എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ സോ മലയാളം പറയുമ്പോൾ നല്ല തൃശ്ശൂർ ഭാഷ വരും. അതെ അതെ. മാഡം മാഡം എന്നൊന്നും വിളിക്കണ്ട, ഹേമ എന്ന് വിളിച്ചാൽ മതി. ആരാ സംസാരിച്ച? വിഷ്ണു ആണോ? അതെ അതെ ആ. അതെ. ഞാൻ ഇപ്പോൾ ഓഫീസിലാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ലാബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പിന്നീട് ഈ ലിങ്ക് യൂസ് ചെയ്യാൻ എന്താ പറ്റുമോ? ഓഫീസ് നെറ്റ്വർക്കിന്ന് കോഡ് ക്ലൗഡിന്റെ ലാബ് ഓപ്പൺ ആവുന്നില്ല? അല്ല, ഇപ്പൊ എനിക്ക് വർക്കിലാണ്. ഫോണിലാണോ? അപ്പോൾ ഞാൻ മൊബൈലിലെ കയറി. സെഷൻ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ പിന്നീടാണെന്നുണ്ടെങ്കിലും ഈ ലിങ്ക് ഇല്ലേ, ഈ ലിങ്ക് സേവ് ചെയ്ത് വെക്കുക. പിന്നീടാണെന്നുണ്ടെങ്കിലും ചെയ്യാം. ആക്ച്വലി കോഡ് ക്ലൗഡിന്റെ ലാബ്സ് പലതരം ലാബ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ ഓക്കെ ആക്സസ് ഉണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആണ് സൈഡിൽ. ആക്ച്വലി നമുക്ക് ക്വസ്റ്റ്യൻസ് ഓക്കെ ചെയ്തും ലേൺ ചെയ്യാം. ഓക്കെ ഓക്കെ. ഓക്കെ. താങ്ക് യു. ഓഫീസിലായിട്ട് കൂടെ വിഷ്ണു സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഞാനും അതിനൊന്ന് പുറത്തിറങ്ങി എമർജൻസി ആയിട്ടൊരു ആക്ച്വലി അപ്പൊ ഫോണെന്നാ കയറിയിരിക്കുന്നു. ആ, ഞാൻ ഓഫീസിലാണ് മാഡം. ഇന്ന് വിമൽ ശനിയാഴ്ചയാണ്, ഇവിടെ ലീവാണ്. ഞാൻ യു എയിലാണ് ബേസ് ചെയ്തേക്കുന്നത്. ശനി ഞായറും മിഡിൽ ഈസ്റ്റിൽ എല്ലായിടത്തും ശനി ഞായറും ഇല്ല. പക്ഷേ യു എ ഇ ഒരു 2-3 ഇയേഴ്സ് മുന്നേ റൂള് മാറ്റി. അതായത് ഫ്രൈഡേ സാറ്റർഡേ എന്നുള്ളത് മാറ്റി. ദേ വോണ്ട് ടു അലൈൻ വിത്ത് ദ ഹോൾ വേൾഡ്. സാറ്റർഡേ സൺഡേ ആക്കി മാറ്റി. അതുകൊണ്ട് സാറ്റർഡേ സൺഡേ ഓഫ് ആണ്. അപ്പൊ ഇന്ന് എനിക്ക് ഓഫ് ഡേ ആണ്. ഓക്കെ മാഡം. അപ്പോ എല്ലാവരും ലാബ് ലോഡ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ. അജി എവിടെ? അജിയാണോ ആദ്യം മിണ്ടി തുടങ്ങിയത്? അജി ഓക്കെ ആണോ? അതെ അതെ, ഞാൻ ഓക്കെയാണ്. ഓക്കെ, then let's start. ഞാൻ ആരാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഹൂ ആം ഐ? ബുദ്ധൻ പോലും അന്വേഷിച്ചിരുന്നത് ഞാൻ ആരാണ് എന്നാണ്. അപ്പൊ നമുക്ക് ലിനക്സിനോട് ആദ്യം ചോദിക്കാം, ഞാൻ ആരാണ്? ഹൂ ആം ഐ എന്നുള്ള കമാൻഡ് ആണ്. സോ ട്രൈ ടു ടൈപ്പ് ദാറ്റ്. ഓക്കെ. അപ്പോ നമ്മൾ ലോഗിൻ ചെയ്തേക്കുന്ന യൂസറിന്റെ പേര് കിട്ടണം. കിട്ടിയോ? ബോബ് എന്നുള്ള യൂസറാണ് എനിക്ക് കാണുന്നത്. എന്റെ സ്ക്രീൻ കണ്ടറിയാം. അതെ, എനിക്കത് സെയിം ആണ്. ബോബ്. ഓക്കെ. ഇനി ബോബ് ആരാണ് എന്നറിയണം. അപ്പൊ അതിന് എന്താ ചെയ്യാ? ID ഓഫ് ബോബ്, ID എന്ന് തന്നെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാം ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് എല്ലാവർക്കും ID ഉണ്ടാവും. എംപ്ലോയി ID. അതുപോലെ ബോബിന് ഒരു ID ഉണ്ട്. 1000 ആണ് എനിക്ക് കാണുന്നത്. ബോബ് ഒരു ടീമിന്റെ പാർട്ടാണ്. അതാണ് ഗ്രൂപ്പ്. ഗ്രൂപ്പിനും ഒരു ID ഉണ്ട്. 1000 ആണ്. എല്ലാവർക്കും എന്താ കാണുന്നത്? സെയിം തന്നെയായിരിക്കും. അത് സെയിം ആണ്. 1000 ആണ്. കണ്ടോ? UID ഈക്വൽ ടു 1000. ആ 1000 എന്ന് പറയുന്ന UID ആരുടെയാ? ബോബിന്റെ. ബ്രാക്കറ്റിൽ അതിന്റെ ആളുടെ പേര് എഴുതിയിട്ടുണ്ട്. ഗ്രൂപ്പ് ID GID എന്നുള്ളത് 1000 തന്നെയാണ്. ഇത് നിർബന്ധമാണോ? 1000 അത് സെയിം ID ഫോർ ഗ്രൂപ്പ് ആൻഡ് സെയിം ID ഫോർ യൂസർ? ഇല്ല, ഒരു നിർബന്ധവും എന്തോ? UID യൂസർ ID, GID ഗ്രൂപ്പ് ID. നിങ്ങളൊരു കമ്പനിയിലൊരു ടീമിലാണ്, നിങ്ങൾ ലിനക്സ് ടീമിലാണ്. ലിനക്സ് ടീമിന്റെ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന് ഒരു ID ഉണ്ട്. അതിന്റെ അകത്ത് നിങ്ങൾ ആസ് എ യൂസർ നിങ്ങൾക്കും ഒരു ID ഉണ്ട്. അങ്ങനെ അപ്പോൾ ഒരു യൂസറിന്, അതായത് ലിനക്സ് ടീമിന്റെ പാർട്ടാണെങ്കിലും എനിക്ക് ഡെവോപ്സ് ടീമിന്റെയും പാർട്ടാവാം, എനിക്ക് ഡേറ്റാബേസ് ടീമിന്റെയും പാർട്ടാവാം. അതാണ് ഗ്രൂപ്പ്സ്. ഐ ക്യാൻ ഹാവ് മോർ ദാൻ വൺ ഗ്രൂപ്പ്. അപ്പൊ അതിന്റെ ഐഡിയ ആണ്. ഇപ്പോൾ ഞാൻ എന്തൊക്കെ ഗ്രൂപ്പിന്റെ പാർട്ടാണ്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ബോബ് ഇനിയൊരു ഗ്രൂപ്പിന്റെ അഡ്മിൻ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഐഡിയിലും ഗ്രൂപ്പിന്റെ അകത്തും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ്സ് ഈക്വൽ ടു 1000 ബോബ് എന്ന് പറയുന്ന ഗ്രൂപ്പ്, പിന്നെ കോമ 1001 അഡ്മിൻ എന്ന് പറയുന്ന ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ്സിന്റെ അകത്ത് കാണുന്ന ബോബ് യൂസർ അല്ല, ഗ്രൂപ്പ് ബോബാണ്. രണ്ടും സെയിം നെയിം ആയതുകൊണ്ട്, ഗ്രൂപ്പിനും യൂസറിനും സെയിം നെയിം ആയതുകൊണ്ടാണ് നമുക്ക് ബോബ് എന്ന് തന്നെ കാണുന്നത് അവിടെ.
ഓക്കെ, മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിപ്പോ ID എന്ന് അടിച്ചു, ID ബോബ് എന്ന് അടിച്ചപ്പോ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയല്ലേ? ആ ഡീറ്റെയിൽസ് ഏത് ഫയലിൽ നിന്നാ വരുന്നേ? ലിനക്സിലെല്ലാം ഫയൽ സിസ്റ്റം ബേസ്ഡാ. ഇത് ഏത് ഫയലിൽ നിന്നാ വരുന്നതെന്ന് പറയാം? etc പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ട്. ആ ഫയലിന്റെ അകത്താണ് നമ്മുടെ ലിനക്സ് സിസ്റ്റത്തിലകത്തുള്ള എല്ലാ യൂസറിന്റെയും ഡീറ്റെയിൽസ് സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ID എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ അടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോയിട്ട് ഈ പാസ്വേഡ് എന്ന് പറയുന്ന ഫയലിന്റെ അകത്തു നിന്നാണ് ബോബ് എന്ന് പറയുന്ന യൂസറിന്റെ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്തുകൊണ്ട് വരുന്നത്. ഇപ്പോ എന്റെ സ്ക്രീൻ കാണാം എന്ന് വിചാരിക്കുന്നു. cat/etc പാസ്വേഡ് എന്ന് പറയുന്ന ഫയലിന്റെ അകത്തുനിന്ന് ഞാൻ ബോബ് ഗ്രപ്പ് എന്ന് പറയുന്ന കമാൻഡാണ്. ബോബ് ഒരു സ്ട്രിങ് മാത്രം എനിക്ക് പ്രിന്റ് ചെയ്യാനായിട്ട്, അതായത് ആ സ്ട്രിങ് മാത്രം ഫെച്ച് ചെയ്യും. Ctrl+F അടിക്കുന്ന പോലെ പൈപ്പ് ഗ്രപ്പ് ബോബ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ കണ്ടോ, ബോബ് എന്ന് പറയുന്ന യൂസറിന്റെ ഡീറ്റെയിൽസ് ഈ ഫയലിന്റെ അകത്തുണ്ട്. ID എന്ന് പറയുന്ന കമാൻഡ് ഞാൻ അടിക്കുമ്പോൾ ഈ ഡേറ്റയാണ് എനിക്ക് OS പ്രിന്റ് ചെയ്ത് തരുന്നത്. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. ഈ 1000 എന്ന് പറയുന്ന ID അവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷനും കൂടി ഉണ്ട്. ID എന്ന് പറയുന്ന കമാൻഡിന്റെ പർപ്പസ് നമുക്ക് ആ യൂസറിന്റെ ഗ്രൂപ്പും യൂസറിന്റെ IDയും മാത്രമേ വേണ്ടൂ. വേറെ കമാൻഡ്സ് വെച്ചിട്ട് നമുക്ക് അതിന്റെ ഹോം ഫോൾഡർ ഒക്കെ കണ്ടുപിടിക്കാം. ഇതാണ് പക്ഷെ അഡീഷണൽ ഡേറ്റ ഉണ്ട് ആ ഫയലിന്റെ അകത്ത്, ആ യൂസറിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ ബോബ് എന്ന് പറയുന്ന യൂസറിന് ബാഷ് എന്ന് പറയുന്ന ഷെല്ലിലേക്ക് ലോഗിൻ ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഷെല്ലിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റിയത്. ഇങ്ങനെ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്യാനുള്ള പ്രിവിലേജ് ഉള്ള യൂസറാണ് ബോബ് എന്നാണ് ഈ ഭാഗം കൊണ്ട് പറയുന്നത്. ബിൻ ബാഷ് എന്ന് പറയുന്ന ഷെല്ലിലേക്ക് കമാൻഡ് ടൈപ്പ് ചെയ്യാനുള്ള പ്രിവിലേജ് ബോബ് എന്ന് പറയുന്ന യൂസറിന് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി ബോബ് എന്ന് പറയുന്ന യൂസറിന്റെ ഹോം ഫോൾഡർ, നമ്മളിപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ വിൻഡോസ് ലാപ്ടോപ്പിന്റെ അകത്ത് C എന്ന് പറയുന്ന ഫോൾഡറിന്റെ അകത്ത് യൂസേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറാണ് ആക്ച്വലി ഞാൻ ലോഗിൻ ചെയ്യുന്ന യൂസറിന്റെ ഹോം ഫോൾഡർ. അതുപോലെ ബോബ് എന്ന് പറയുന്ന യൂസറിന്റെ ഫോൾഡറാണ് /home ബോബ്. ഇപ്പോൾ നിങ്ങളിവിടെ 2 ഫോൾഡറിന്റെ ലൊക്കേഷൻ കണ്ടു, ഒന്ന് ETCയും ഒന്ന് ഹോമും. അപ്പോൾ ലിനക്സിലെ ഓരോ ഫയൽ സിസ്റ്റത്തിനും ഓരോ അസൈൻഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത്, അസൈൻഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല, അതിനൊരു പർപ്പസ് ഉണ്ട്. പർപ്പസ് ഉണ്ട്. അപ്പൊ ഹോം എന്ന് പറയുന്ന ഫോൾഡറിലാണ് ഈ സെർവറിൽ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ യൂസേഴ്സിന്റെയും ഹോം ഫോൾഡേഴ്സ് വരിക. അതിനാണ് ഹോം എന്ന് പറഞ്ഞ് തന്നെ കൊടുത്തേക്കുന്നത്. ഈ സിസ്റ്റത്തിൽ ആകെ ബോബ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ബോബിന്റെ മാത്രം ഫോൾഡറുള്ളൂ. ETC എന്ന് പറയുന്ന ഫോൾഡറിലാണ് എല്ലാ കോൺഫിഗറേഷൻസും വരിക. അതുകൊണ്ടാണ് പാസ്വേഡ് ഫയലിന്റെ കോൺഫിഗറേഷനും ഇവിടെ തന്നെ ഇരിക്കുന്നത്. ഇത് യൂസറിന്റെ കാര്യം മാത്രം. ഇനി എല്ലാവരും പാസ്വേഡ് ഫയൽ ക്യാറ്റ് ചെയ്ത് നോക്കിയോ? ക്യാറ്റ് എന്ന് പറയുന്ന കമാൻഡാണ് പ്രിന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ടൈപ്പ് ചെയ്യുക cat/etc passwd. ഞാൻ ക്യാറ്റിൽ പിങ് ചെയ്യുക cat/etc passwd. ഇതാണ് ആ ഫയൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ പഠിക്കും, ഒരു ഫയലിന്റെ കണ്ടന്റ് എങ്ങനെയാ പ്രിന്റ് ചെയ്യുക എന്നുള്ളത്. എല്ലാവരും അവിടെ തന്നെ ഉണ്ടോ? കൺഫ്യൂസിങ് ആവുന്നുണ്ടെങ്കിൽ പറയണം. കാരണം ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ വന്ന് ബോംബാർഡ് ചെയ്യുന്ന പോലെ തോന്നും. ആദ്യമായിട്ട് ഞാൻ പഠിച്ചപ്പോഴും എനിക്ക് ഇങ്ങനെ തന്നെ തോന്നി. എന്തിനാ എല്ലാവരും CD ചെയ്യുന്നേ, എന്തിനാ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എനിക്കും വന്നായിരുന്നു. പക്ഷെ ദിസ് ഇസ് ദ വേ ഹൗ യു ഹാൻഡിൽ ലിനക്സ് സിസ്റ്റംസ്. അവിടെ വേറെ കുറെ എൻട്രീസ് കാണുന്നില്ല, അതൊക്കെ എന്തായിരിക്കും ഈ ETC പാസ്വേഡിലുള്ള എൻട്രീസ്? ഇത് ഈ സെർവറിന്റെ അകത്തുള്ള മറ്റുള്ള യൂസേഴ്സാ. പക്ഷെ അവരൊന്നും ബോബിനെ പോലെയല്ല. എന്താ ഡിഫറൻസ് കാണുന്നേ? ബോബിന് ഒരു മേജർ ഡിഫറൻസ് ഉണ്ട് ഇവിടെ, കണ്ടോ? ബിൻ ബാഷ്. ബാക്കിയുള്ള യൂസേഴ്സിനൊക്കെ നോക്കിയേ, വേറെ എന്തോ അല്ലേ കാണുന്നത്? എന്തോ കാണുന്നേ? നോ ലോഗിൻ. ഇംഗ്ലീഷിൽ എന്താ അതിന്റെ അർത്ഥം? നോ ലോഗിൻ മീൻസ് നോ, യു ഡോണ്ട് നീഡ് ടു ലോഗിൻ തന്നെയാണ് അതിന്റെ അർത്ഥം.
എന്നുവെച്ചാൽ ഈ യൂസേഴ്സ് ഒന്നും ലോഗിൻ ചെയ്യാനുള്ള പ്രിവിലേജ് ഇല്ല. അതായത് ഈ ബോബ് ഇപ്പൊ ലോഗിൻ ചെയ്ത് ഷെല്ല് കിട്ടിയ പോലെ ഈ യൂസേഴ്സിന് ഒന്നും ലോഗിൻ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ തരം യൂസേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഇതൊക്കെ. ഇപ്പോൾ സ്റ്റാറ്റ് ഡി, SSHD, നോബഡി, ബാക്കപ്പിനൊരു യൂസർ, അങ്ങനെ പല പലതരം യൂസേഴ്സ് ഉണ്ട്. ഇവർക്കൊന്നും ലോഗിനേ ഇല്ല. അതായത് ഇവരൊന്നും ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ കണ്ടോ, ഇവിടെ ഒരു റൂട്ട് എന്ന് പറയുന്ന യൂസർ ഉണ്ട്. ലിനക്സ് മെഷീൻ്റെ അകത്തെ മോസ്റ്റ് പ്രിവിലേജ്ഡ് യൂസറാണ് റൂട്ട്. റൂട്ടിനാണ് ഫുൾ അഡ്മിൻ പ്രിവിലേജ് ഉള്ളത്. അതിന് ബാഷ് ലോഗിൻ ഉണ്ട്, ഡെയ്മൺ. അപ്പൊ ഇതൊക്കെ എന്തിനുള്ള യൂസേഴ്സാണ്? ഒരു ലിനക്സ് സിസ്റ്റത്തിന്റെ അകത്ത് ഇപ്പൊ വിൻഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു വ്യൂ ഇല്ല. എന്തോ അതിന്റെ ബാക്കെൻഡിൽ നടക്കണേന്നൊന്നും നമുക്ക് അറിയില്ല. ഒരു പ്രൊപ്പറേറ്ററി OS ആണ്, ഒരു കമ്പനി നടത്തുന്ന. അതിലേക്ക് നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ പോലെ നമുക്ക് അതിലേക്ക് ആക്സസ് ഇല്ല. അതിലേക്ക് നമുക്ക് നോട്ട് ആൻഡ്രോയിഡ്, ഐഫോൺ പോലെ അതിൻ്റെ അകത്തോട്ട് നമുക്ക് അതിന്റെ ബാക്കെൻഡിൽ എന്താ ഉള്ളത് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആൻഡ്രോയിഡ് ഫോൺ അങ്ങനെയാണോ? അല്ല. നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, ഡെവലപ്പർ ഓപ്ഷൻ. എന്തുകൊണ്ടാണ് ആൻഡ്രോയിഡിന് അതുള്ളത്? ഒരു ലിനക്സ് ബേസ്ഡ് സിസ്റ്റം ആയതുകൊണ്ടാണ്. അപ്പൊ ആൻഡ്രോയിഡ് പോലത്തെ ഒരു ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിന് നമുക്ക് ഒരു ഡെവലപ്പർ ആക്സസ് ഉണ്ട്. അതായത് നമുക്ക് അതിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാൻ, ട്യൂൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്ത് വേണം? ആ സിസ്റ്റത്തിന്റെ ബാക്കെൻഡിലേക്ക് നമുക്ക് വ്യൂ വേണം. നമുക്ക് അതിൽ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നതെന്നുള്ളൊരു വ്യൂ കിട്ടിയാൽ മാത്രമേ അതിലെന്തെങ്കിലും മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ ഒരു വ്യൂ തരുന്ന സിസ്റ്റമാണ് ലിനക്സ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ യൂസേഴ്സ് എല്ലാം ആക്ച്വലി ആസ് എ യൂസർ, ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന യൂസർ നമുക്കിതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ ഇൻ ലിനക്സ് ഈ യൂസേഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാണിച്ചു തരുവാണ്. ഇതൊക്കെ എന്തിനുള്ളതാണ്? പലതരം സർവീസ് റൺ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ബാക്കപ്പിന്റെ ഒരു സർവീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള യൂസറാണ് ബാക്കപ്പ് എന്ന് പറയുന്ന യൂസർ. ബൈ ഡിഫോൾട്ട് ലിനക്സ് OSൽ ഇതൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഗെയിംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു യൂസറാണ് ഗെയിംസ് എന്ന് പറയുന്ന യൂസർ. ഇവിടെ നോക്കിയാൽ കാണും സിസ്റ്റം ഡി റിസോൾവ് എന്ന് പറയുന്നത് DNS റെസൊല്യൂഷന് വേണ്ടിയിട്ടുള്ള സർവീസിന് വേണ്ടിയിട്ടുള്ള യൂസറാണ് ഇത്. പിന്നെ അങ്ങനെ പലതരം സർവീസിനും ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന പ്രോസസ്സുകൾക്കും സർവീസിനും വേണ്ടിയിട്ടുള്ള യൂസേഴ്സിന്റെ ഡീറ്റെയിൽസ് പോലും ഈ ഫയലിൻ്റെ അകത്ത് നമുക്ക് കാണാം. ഓക്കെ, ഇതിലിപ്പം ബോബ് ഒരു റൂട്ട് യൂസർ അല്ലല്ലോ? അല്ല. അത് എങ്ങനെയാ നമുക്ക് മനസ്സിലാവുക? ID ബോബ് അടിച്ചപ്പോൾ അത് ബോബ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ മാത്രം പ്രിവിലേജ് ഉള്ളൂ. അതിന് റൂട്ടിൻ്റെതായ ഒരു പ്രിവിലേജും കണ്ടില്ല നമ്മൾ. ഇനി നമുക്ക് ഒരു ഫയലും കൂടി ഉണ്ട്, ഗ്രൂപ്പിൻ്റെതായിട്ടുള്ള പ്രിവിലേജസ് ഉണ്ടോ എന്നറിയാൻ. ETC ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. വേണ്ട, ഇതിൻ്റെ അകത്ത് ബോബ് എന്ന് പറയുന്ന ഗ്രൂപ്പിന് അതിൻ്റെ ഐഡിയും ഉണ്ട്. വേറൊരു ഗ്രൂപ്പും ഈ യൂസറിന് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ലിനക്സ് മെഷീൻ ഉണ്ട്, വെർച്വൽ ബോക്സ് സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം ഒരു യൂസറിന് പല ഗ്രൂപ്പ്സ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രിവിലേജ് ഉണ്ടാവില്ല യൂസർ ആഡ് ചെയ്യാനുള്ള, കാരണം ഈ യൂസറിന് അതിനുള്ള പ്രിവിലേജ് ഇല്ല. കണ്ടോ, ഇതിനുള്ള പ്രിവിലേജ് ഇല്ല. നമുക്ക് ഡിലേ ആവണ്ട. ഗ്രൂപ്പ് എന്ന് പറയുന്ന ഫയലിൻ്റെ അകത്ത് നമുക്ക് ഈ സെർവറിലുള്ള എല്ലാ ഗ്രൂപ്പ്സും കാണാൻ പറ്റും. അപ്പം അതിൻ്റെ അകത്ത് നോക്കിയാൽ റൂട്ട് എന്ന് പറയുന്ന യൂസറിനും ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇതൊരു ലിനക്സ് സിസ്റ്റം ബൂട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ വരുന്ന മെസ്സേജസ് ഒക്കെ പ്രിന്റ് ചെയ്യുന്നതാണ്. ID ചെയ്താൽ കണ്ടോ, ഗ്രൂപ്പ്സ് എന്ന് പറയുന്നിടത്ത് 2 ഗ്രൂപ്പ് വന്നു, അഡ്മിൻ എന്ന് പറയുന്ന ഗ്രൂപ്പും വന്നു. ഞാൻ
ടൈപ്പ് ചെയ്താൽ അഡ്മിൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇവിടെ വേറെ ഉണ്ട്. അതിനെങ്ങനെയാ പ്രിവിലേജ് ഉണ്ടോന്ന് അറിയപ്പോൾ കണ്ടോ, ഞാൻ ഹേമയായിട്ടാണ് ലോഗിൻ ചെയ്തത്. പക്ഷേ സുഡോ SU- എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ സുഡോ പ്രിവിലേജസ് എന്നാണ് അതിന് പറയാ, റൂട്ടായിട്ട് സ്വിച്ച് ചെയ്യാനുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിൽ ലാബ് ഉണ്ട്, പോർട്ട് ക്ലൗഡിന് തന്നെ യൂസർ മാനേജ്മെന്റ്. അക്കൗണ്ട് മാനേജ്മെന്റ് ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് ചെല്ലാം. ഓക്കെ, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? ഓക്കെ ഓക്കെ ലോസ്റ്റ് ആയോ? ഓക്കെ, സോ നമ്മൾ ഹൂ ആം ഐ ആണ് ചെയ്തത്. ഇനി വേർ ആം ഐ, ഞാൻ എവിടെയാണ്, അതാണ് PWD, പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി. അതാണ് ഫ്ലാഷ് ഹോം ബോബ്. ഞാൻ വേറൊരു ലൊക്കേഷനിൽ പോയി, ഫ്ലാഷ് ടെമ്പിന്റെ അകത്ത് പോയി. അപ്പൊ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യാവോ PWD? എന്നിട്ട് നിങ്ങളുടെ പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി എന്താ, വേറൊരു ഡയറക്ടറിയിൽ പോയിട്ട് PWD ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് നാവിഗേഷന്റെ പാർട്ടാണ്. അപ്പൊ വേറൊരു ഡയറക്ടറിന്റെ അകത്തോട്ട് എങ്ങനെയാ പോവുക? CD എന്ന് പറയുന്ന ചേഞ്ച് ഡയറക്ടറി എന്ന് പറയുന്ന കമാൻഡ്. CD to anything like what? അപ്പൊ നമുക്ക് ഫോൾഡർ ഏതാന്ന് അറിയണം. അപ്പൊ അതിനെന്താ ചെയ്യാ? ലിസ്റ്റ്, നമുക്ക് ലിസ്റ്റ് ചെയ്യണം എന്തൊക്കെയുണ്ടെന്ന്. LS. ഇപ്പൊ ഞാൻ ടെമ്പിന്റെ അകത്താണ് നിൽക്കുന്നത്. ചാറ്റില് ടൈപ്പ് ചെയ്യണോ ഞാൻ കമാൻഡ്സ് എല്ലാം? ലിസ്റ്റിന് വേണ്ട PWD ചെക്ക് പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി CD for changing ഡയറക്ടറി. എല്ലാവർക്കും സ്ക്രീൻ കാണാമല്ലോ അല്ലെ? കാണാം. ഓക്കെ, കാണാം. അപ്പൊ നമുക്കൊന്ന് ഇപ്പൊ നമുക്ക് സ്ക്രീൻ ക്ലിയർ ചെയ്യണം. ഇത്രയധികം കമാൻഡ്സ് അടിച്ചു. ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്ലിയർ എന്ന് തന്നെ ടൈപ്പ് ചെയ്താൽ മതി. ക്ലിയർ എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ക്ലിയർ ആവും. അപ്പൊ നമുക്ക് CD/ എന്ന് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലിനക്സ് സെർവറിന്റെ അകത്ത് റൂട്ട് ഡയറക്ടറി, ഒരു മരത്തിന്റെ ട്രങ്ക് പോലെ റൂട്ട് ആയിട്ടുള്ള ഡയറക്ടറിയാണ് ഫ്ലാഷ് എന്ന് പറയുന്നത്. ഫ്ലാഷിന്റെ മുകളിലാണ് എല്ലാം ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പൊ CD/ ചെയ്യും. CD/ ചെയ്ത് നമ്മള് റൂട്ട് ഡയറക്ടറി പോകും. എന്നിട്ട് PWD എന്ന് ചെയ്യാം. അപ്പൊ നമ്മുടെ പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി ഫ്ലാഷ് ആണ് എന്ന് പറയും. ഓക്കെ, ചെയ്തു വിചാരിക്കുന്നു. നമ്മളൊന്ന് LS ലിസ്റ്റ് ചെയ്യാം. അവിടെയുള്ള എല്ലാ ഫോൾഡേഴ്സും കാണും. ഇതിലുള്ള ഓരോ ഫോൾഡറിനും ഓരോ പർപ്പസ് ഉണ്ട്. ബിൻ എന്ന് പറയുന്ന ഫോൾഡറിന്റെ അകത്ത് നമ്മുടെ ബൈനറികളെല്ലാം വരിക. അതായത് ബൈനറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സെർവർ റൺ ചെയ്യാൻ വേണ്ടുന്ന എല്ലാ ലൈബ്രറീസും പ്രോഗ്രാം ഫയൽസും എല്ലാം വരുന്നത് ബിന്നിന്റെ അകത്താണ്. ഹോമിന്റെ അകത്താണ് നമ്മുടെ യൂസേഴ്സിന്റെ ഹോം ഫോൾഡേഴ്സ് എല്ലാം വരിക. ബൂട്ടിന്റെ അകത്താണ് നമ്മുടെ സെർവർ സ്റ്റാർട്ട് ചെയ്യാനുള്ള കോൺഫിഗറേഷൻ ഫയൽസ് എല്ലാം വരുന്നത്. ETSന്റെ അകത്താണ് ഈ സെർവറിന്റെ അകത്തുള്ള മറ്റുള്ള ആപ്ലിക്കേഷൻ റിലേറ്റഡോ സർവീസ് റിലേറ്റഡോ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഫയൽസ് എല്ലാം. ഞാനൊരു ചുമ്മാ ഏതെങ്കിലും ഡയറക്ടറിന്റെ അകത്തോട്ട് പോവാ. ഞാൻ ETC എന്ന് പറയുന്ന ഫോൾഡറിലോട്ട് പോയി. CD ETC ചെയ്തുവോ? എനിത്തിങ് ETC തന്നെ വേണമെന്നില്ല. എന്നിട്ട് PWD ചെയ്ത് നോക്കുക. നമ്മുടെ പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി ETC തന്നെയാണ് എന്ന് പറയും. നമുക്കൊരു കാര്യം ചെയ്യാം. /var ഇതിന്റെ അകത്ത് പൈത്തൺ
പൈത്തൺ എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്തോട്ട് പോയി. ഞാൻ 3 ലെവല് പോയി. എന്നിട്ട് PWD പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി varlib പൈത്തൺ ആണ്. ഇനി എനിക്ക് സ്ലാഷിലേക്ക് പോകണം. പക്ഷെ ഒറ്റ ആൽഫബറ്റ്സ് പോലും ടൈപ്പ് ചെയ്യാതെ ഞാൻ സ്ലാഷിലേക്ക് പോകണം. എങ്ങനെയാണ് ഞാൻ ചെയ്യാം? എനിബഡി സെഷൻ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് അറിയാം. CD space/ TD സ്പേസ് സ്ലാഷ്. ഓക്കെ, അത് ഭയങ്കര ബുദ്ധിപരമായി നീക്കമായി പോയി. എനിക്ക് വാറിന്റെ അകത്തോട്ട് പോകണം. അപ്പോഴോ എന്നോട് പറഞ്ഞ് CD/var. അല്ല, അപ്പൊ വാറെന്ന് ടൈപ്പ് ചെയ്യാൻ പാടില്ല. ആൽഫബറ്റ്സ് ടൈപ്പ് ചെയ്യാതെ സൂപ്പർ. ആരാത് പറഞ്ഞാണോ? പേര് പറയോ? സോ CD ... അടിച്ചു. ഞാനപ്പോ ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് പോകും. ഞാനൊരു കാല് പിറകോട്ട് വെച്ച പോലെ. എന്റെ ഫോൾഡർ എവിടെയായി? varlib എത്തി. ഇനിയും ഒന്നുകൂടെ ഞാൻ വാറിലെത്തി. ഒരു ആൽഫബറ്റും ടൈപ്പ് ചെയ്യാതെ. ഞാൻ CD മൈനസ് ചെയ്തു. അപ്പൊ ഞാൻ ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് വീണ്ടും. അതായത് ഞാൻ varlibലായിരുന്നു, അവിടെ നിന്ന് വാറിലെത്തി. തിരിച്ച് എനിക്ക് varlibലോട്ട് പോകണം. റിവേർട്ട് മൈ പ്രീവിയസ് സ്റ്റെപ്പ്. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഞാൻ പൈത്തണിലോട്ട് തന്നെ വീണ്ടും പോയി. ഇനി എനിക്ക് ഒറ്റ കമാൻഡ് കൊണ്ട് വാറിലേക്ക് എത്തണം. അപ്പോഴോ CD ... അതായത് ഡോട്ട് അടിച്ചപ്പോ പൈത്തണിലേക്ക് എത്തി. ഒന്നുകൂടെ ഡോട്ട് അടിച്ചപ്പോ ഇതിനകത്തൊന്നും പുറത്തിറങ്ങി. സി ട്രൈ. അങ്ങനെ ഒരു 3 ലെയറൊക്കെ ഫോൾഡറിലേക്ക് പോയി ഒന്ന് ട്രൈ ചെയ്യൂ. സോ നമുക്ക് ഏത് ഫോൾഡറിൽ പോവാം? യൂസർ എന്ന് പറയുന്ന ഫോൾഡറിന്റെ അകത്തുണ്ടാവും. യൂസർ ലിബ് പൈത്തൺ തന്നെ പോവാം. പൈത്തൺ ഒത്തിരി ലൈബ്രറീസ് ഉണ്ടാവും. പൈത്തൺ 3.6 മനസ്സിലുണ്ടോ? URL. ഓക്കെ, ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ക്ലിയർ സ്ക്രീൻ. സോ യൂസർ ലിബ് പൈത്തൺ 3.6 URL lib എന്ന് പറയുന്ന ഫോൾഡർ. ആ ഫോൾഡറിന്റെ അകത്താണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇനി എനിക്ക് ഒറ്റയടിക്ക് USRൽ എത്തണം എന്നുണ്ടെങ്കിൽ എത്ര ടൈംസ് ഡോട്ട് അടിക്കണം? എനിബഡി? 3. കറക്റ്റ്. // ഇപ്പൊ ഞാൻ URL lib എന്ന് പുറത്തിറങ്ങി. ഒന്നുകൂടെ ഡോട്ട് അടിച്ചു. ഇപ്പൊ പൈത്തൺ 3.6 എന്നും പുറത്തിറങ്ങി. ഇനി ഇപ്പൊ ഞാൻ ലിബിന്റെ അകത്തൊന്നും പുറത്തിറങ്ങി. എനിക്ക് യൂസറിന്റെ അകത്തൊന്നും പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതാണ് നാവിഗേഷൻ. നമ്മൾ CD നാവിഗേഷനും LS ലിസ്റ്റ് ചെയ്യാൻ, PWD നമ്മൾ എവിടെയാണെന്ന് അറിയാൻ, CD മൈനസ് നമ്മൾ ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് പോകാൻ. ഇപ്പൊ ഞാൻ CD മൈനസ് ഞാൻ അറിയാതെ CD/ൽ പോയി. തിരിച്ച് എനിക്ക് എന്റെ വർക്കിംഗ് ഡയറക്ടറീസ് വരണം എന്നുണ്ടെങ്കിൽ ഒത്തിരി ഫാസ്റ്റ് ആണോ അത് ഭയങ്കര സ്ലോ ആണോ? ഫോളോ ചെയ്യുന്നുണ്ടോ? ആരോ ചെയ്യുന്നുണ്ട്. നമുക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ളത് നോക്കാം. ഓക്കെ, സോ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാൻ മേക്ക് എ ഡയറക്ടറി, അത് തന്നെ mkdir കമാൻഡ് ഞാൻ ചാറ്റിൽ ടൈപ്പ് ചെയ്യാം. mkdir ഫോൾഡർ ടെമ്പിലല്ലേ കിടക്കണത്? ടെമ്പിന്ന് പുറത്തേക്ക് വരണ്ടേ? ഒന്നല്ലേ പറ്റുള്ളൂ.
അങ്ങനെയുണ്ടോ? എവിടെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ചുമ്മാ ടെസ്റ്റ് ഫയൽസ് അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ടെമ്പ് യൂസ് ചെയ്യുന്ന ടെമ്പററി ഫോൾഡർ എന്നുള്ള പർപ്പസിനാണ് ലിനക്സിൽ ടെമ്പ് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ടെസ്റ്റിംഗ് യൂഷ്വലി എല്ലാം ഫയൽസ് ക്രിയേറ്റ് ചെയ്യണം, എന്തെങ്കിലും ഫയൽ ക്രിയേറ്റ് ചെയ്ത് ടാർ ചെയ്ത് അൺടാർ ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ടെമ്പിന്റെ അകത്താണ് ചെയ്യാറ്. അപ്പോൾ എന്റെ യൂഷ്വൽ ഒരു സ്വഭാവം ആയതുകൊണ്ടാണ് ടെമ്പിന്റെ അകത്ത് പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഹോം ഫോൾഡറിന്റെ അകത്ത് തന്നെ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ cd tilde എന്ന് ചെയ്യാം. ടെമ്പ് എത്ര ദിവസം കൊണ്ട് ഇതാവും, ഡിലീറ്റ് ആവും? അങ്ങനെ മാനുവലായിട്ട് ഡിലീറ്റ് ചെയ്യണോ അതോ ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആവോ? മാനുവലി ഡിലീറ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അതിന് ജോബൊക്കെ ഇടാം, പക്ഷെ അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് ഡിലീഷൻ സിസ്റ്റം ടെമ്പിന്റെ അകത്ത് ഇല്ല. റീസൈക്കിൾ ബിൻ പോലെ അല്ല അല്ലേ? അല്ലല്ല അല്ല. അപ്പൊ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ലിനക്സിൽ ഡിലീറ്റ് ചെയ്താൽ ഫയൽ റിക്കവർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വിൻഡോസിൽ റീസൈക്കിൾ ബിൻ ഉള്ള ഒരു കൺസെപ്റ്റ് ലിനക്സിൽ ഇല്ല. കോൺഫിഗർ ചെയ്യാം നമുക്ക് ഇങ്ങനെ റീസൈക്കിൾ ബിൻ എന്നുള്ളൊരു കൺസെപ്റ്റ്, പക്ഷെ ബൈ ഡിഫോൾട്ട് അത് വരുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാനിപ്പോ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വിചാരിക്കും AD എന്നിട്ട് ഞാൻ RM വെറുതെ രണ്ട് ആൽഫബറ്റ്സേ ഉള്ളൂ, ADF എന്ന് അങ്ങ് ടൈപ്പ് ചെയ്ത ആ ഫയൽ അങ്ങ് പോയി. പിന്നെ അത് റിക്കവർ ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. RM എന്ന് പറയുന്ന കമാൻഡ് RM-RF എന്ന് പറയുന്ന ഒരു കമാൻഡും കൂടി ഉണ്ട്. അത് ടൈപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും 2-3 വട്ടമൊക്കെ നോക്കിയിട്ട് വേണം ടൈപ്പ് ചെയ്യാൻ. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എന്താ ഡിലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു GDF എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ GDF-ൽ ലോഗിൻ ചെയ്തു. എന്നിട്ട് ഞാൻ ടച്ച് A, ടച്ച് B, ടച്ച് C എന്നൊക്കെ പറഞ്ഞു. എനിക്ക് 3 ഫയലുണ്ട്. സേ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഫോൾഡറിൽ നിൽക്കുക, 3 ഫയൽസ് ഉണ്ട്. ഞാൻ RM ഡോട്ട് എന്ന് പറഞ്ഞിരിക്കും, RM സ്റ്റാർ എന്ന് പറഞ്ഞിരിക്കും. എല്ലാ ഫയലും ഡിലീറ്റ് ആയിപ്പോയി. അറിയാതെ ഇങ്ങനെ ടൈപ്പ് ചെയ്താലും മതി. RM എന്ന് പറയുന്ന കമാൻഡ് വെരി പവർഫുൾ ആണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കമാൻഡാണ്. ഓക്കെ ഓക്കെ, സോ ലെറ്റ്സ് ഗോ ബാക്ക്. RM-R GDF എന്ന് ഞാൻ ടൈപ്പ് ചെയ്താൽ ഡൺ പോയി, ഫോൾഡറിൽ പോയി. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ടെമ്പിന്റെ അകത്തുള്ള ഫയൽ യൂഷ്വലി ടെമ്പററി ഫയൽസ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ അവിടെ പോയി നിന്ന് ചെയ്യുന്നതാണ് ആസ് എ ബിഗിനർ സേഫസ്റ്റ്. ഓക്കെ, സോ എല്ലാവരും cd/temp ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ഫോൾഡർ ഉണ്ടാക്കാം ആദ്യം. ഓക്കെ, mkdir മേക്ക് ഡയറക്ടറി എന്നാണ് ഫോൾഡർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര്. ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ABCD എന്ന് കൊടുത്തു. ഞാൻ ABCD എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, LS ചെയ്തപ്പോൾ എനിക്ക് ഫോൾഡറിന്റെ പേര് മാത്രമേ കാണുന്നുള്ളൂ, പക്ഷെ എനിക്ക് ലിസ്റ്റ് ചെയ്യണം എന്താ സാധനം എന്നൊക്കെ മനസ്സിലാവണം. അപ്പോൾ ഡീറ്റെയിൽഡ് ലിസ്റ്റിങ്ങിനാണ് LS-AL എന്ന് കൊടുക്കുക. കണ്ടോ, ഈ ഫോൾഡറിന്റെ അകത്തുള്ള ഹിഡൻ ഫയൽസ് അടക്കം പ്രിന്റ് ചെയ്തു. അപ്പോൾ എനിക്ക് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. /temp-ന്റെ അകത്ത് പോയിട്ട് mkdir സം ഫോൾഡർ നെയിം, എന്നിട്ട് LS-AL. ഇപ്പൊ കണ്ടോ, ബൈ ഡിഫോൾട്ട് ഇപ്പൊ കുറെ കാര്യങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ LS-AL. അതിന്റെ അകത്ത് പറയുന്നത് ഫോൾഡർ എന്താണ്, റൂട്ടും ഡോട്ടും ഫസ്റ്റ് 2 ലൈൻസ്. ഇതാ അല്ല LS കഴിഞ്ഞ AL കഴിഞ്ഞിട്ടില്ല ഫോൾഡേഴ്സ്. അത് ഈ ഫോൾഡർ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഫോൾഡർ, ഡോട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രീവിയസ് ഫോൾഡർ. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ പ്രിന്റ് ചെയ്തേക്കുന്നത്. നൈസ് ക്യാച്ച്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രിവിലേജസും പെർമിഷൻസും കൂടെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഞാനൊരു dir GDF എന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് LS-AL കൊടുത്തു. എന്നിട്ട് ഞാൻ അതിന് CD GDF എന്ന് കൊടുത്തു. എന്നിട്ട് LS-AL കൊടുത്തു. കണ്ട, ഡോട്ട് അതിന്റെ പുറകിലുള്ള ഫോൾഡർ റൂട്ട്. ഇനി എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് mkdir ടെസ്റ്റ്, എന്നിട്ട് ഞാൻ CD ടെസ്റ്റ് ചെയ്തു -AL. കണ്ട, അപ്പോൾ ഞാനിരിക്കുന്ന ഈ GDF എന്ന് പറയുന്ന ഫോൾഡറിന്റെ പെർമിഷൻ എന്തായിരുന്നു? ബോബായിരുന്നു. ബോബ്.
കണ്ടോ, ഡോട്ട് ഡോട്ട് അടിച്ചപ്പോഴും ഡോട്ടും ബോബ് ഡോട്ട് ഡോട്ടും, അതായത് ടെസ്റ്റിന്റെ പെർമിഷനും ബോബ് തന്നെ, GDFന്റെ പെർമിഷനും ബോബ് തന്നെ. അതിന്റെ പ്രീവിയസ് ഫോൾഡറിന്റെ ഡീറ്റെയിൽസും കൂടെ LS-AL നമുക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ മനസ്സിലായി. That was a nice catch. ഓക്കെ, എല്ലാവരും ഫോൾഡർ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. കണ്ട, ഇത് അതിന്റെ സൈസ് ആണ് പറയുന്ന ഫോൾഡറിന്റെ. ബൈ ഡിഫോൾട്ട് ടോട്ടൽ 8 എന്നുള്ളത് എന്തായിരുന്നു? ടോട്ടൽ 8. എത്ര ഫയൽസ് വന്നുള്ളതാണോ അത്? എത്ര ഫയൽസ് വന്നു എന്നുള്ളതല്ല, ഫയൽസ് ഇല്ലല്ലോ. ഞാൻ ചെയ്തപ്പോ ടോട്ടൽ 40 കാണിക്കണത്, ഞാൻ ചോദിച്ചത്. ഓക്കെ, ഹിഡൻ ഫയൽസ് ഇല്ല. എനിക്ക് തോന്നുന്നു ബാക്കിലേക്കുള്ള ഫയൽസും കൂടെ കൗണ്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. 1 2 3 4 5 6 7 ആണ്, അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതത്ര ഷുവർ അല്ല, ഞാൻ ഇതുവരെ അങ്ങനെ അത്ര കാര്യമായിട്ട് ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ നമുക്ക് ഒരു ടച്ച് കമാൻഡ് നോക്കാം. ഒരു ഫയൽ, ഇപ്പോൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനാണ് mkdir, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ടച്ച് എന്ന് പറയുന്ന കമാൻഡാണ് യൂസ് ചെയ്യുക. ഹാവ് ഒരു ഡൗട്ട്. ഇത് ഈ നമ്മൾ ഫയൽ ലിസ്റ്റ് ചെയ്തില്ലേ, ഇതിൽ 4096 എന്ന് പറഞ്ഞത് അതെന്താ സൈസ് ആണോ? അത് സൈസാണ്, അതെ സൈസാണ്. നമ്മളിപ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിക്കും, അപ്പൊ നമുക്ക് മനസ്സിലാവും. XYZ എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് അപ്പോൾ ടച്ച് എന്ന് പറയുന്ന കമാൻഡാണ് ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. -AL ചെയ്യുമ്പോൾ കണ്ടോ, ഫയലിന്റെ സൈസ് 0 ആണ്, ഒന്നുമില്ല അതിൻ്റെ അകത്ത്, empty ആയതുകൊണ്ടാണ് 0 കാണിക്കുന്നത്. ഓക്കെ, എല്ലാവരും ടച്ച് ചെയ്ത് നോക്കുക. ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും, എന്തെങ്കിലും ഒരു ഫയൽ, നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഓക്കെ, എഡിറ്റ് ചെയ്യാനുള്ള കമാൻഡാണ് നാനോ അല്ലെങ്കിൽ VI. എന്തും യൂസ് ചെയ്യാം, നമുക്ക് ഏത് എഡിറ്റർ വേണമെങ്കിലും ലിനക്സിൽ യൂസ് ചെയ്യാം, നാനോ അല്ലെങ്കിൽ VI. നമ്മൾ ടെമ്പിൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽ വേറൊരു യൂസർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതിന്റെ കാരണം എന്താ, കണ്ടോ ഇതിന്റെ ഓണർഷിപ്പ് കണ്ടോ, അതർ യൂസർ. സോ ഞാൻ ആ സെഷൻ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫയലിന് അല്ലെങ്കിൽ ഫോൾഡറിന് ലിനക്സിൽ മൈന്യൂട്ട് ആയിട്ടുള്ള പെർമിഷൻസും ഓണർഷിപ്പും കൊടുക്കുന്നുണ്ട്. അതായത് യൂസറിനെയും ഗ്രൂപ്പിനെയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഓണർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഓരോ യൂസറിനും അതിന്റെ ഗ്രൂപ്പിനും പിന്നെ അതേഴ്സിനും, അത് എനിബഡി അതർ ദാൻ ഗ്രൂപ്പ് ഓർ യൂസർ, അവർക്കുള്ള പ്രിവിലേജസും പറയുന്നുണ്ട്. അപ്പോൾ ഈ കേസിൽ യൂസർ ബോബിന് റീഡ് റൈറ്റ് ഉണ്ട്, എക്സിക്യൂട്ട് ഇല്ല. അതായത് യൂസർ ബോബിന് ആ ഫയൽ ആക്സസ് ചെയ്ത് അത് റീഡ് ചെയ്യാനും അതിൽ റൈറ്റ് ചെയ്യാനുള്ള പ്രിവിലേജ് ഉണ്ട്. ഗ്രൂപ്പ് ബോബിന് റീഡും റൈറ്റും ഇതേ പ്രിവിലേജസ് തന്നെയുണ്ട്. അതേഴ്സിന് റീഡ് ചെയ്യാനുള്ള പ്രിവിലേജ് ഉണ്ട്. അതായത് ഈ ഫയൽ സ്വിച്ച് ആസ് എ ഡിഫറെന്റ് യൂസർ, ബോബ് ക്രിയേറ്റ് ചെയ്ത ഈ ഫയലിന്റെ കണ്ടന്റ് എനിക്ക് കാണാം, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. The moment I give read write for others also, ഇപ്പൊ ഞാൻ വേറൊരു യൂസറായിട്ട് ലോഗിൻ ചെയ്താൽ എനിക്കിത് റൈറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഈവൻ ഈ ബോബ് ഉള്ള സെയിം ഗ്രൂപ്പിലുള്ള വേറൊരാൾക്ക് ഇത് റീഡ് റൈറ്റ് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റും. ബട്ട് ബോബ് ക്രിയേറ്റ് ചെയ്തല്ലേ ഈ ഫയൽ, അപ്പം റോബിന് എന്താണ് എക്സിക്യൂട്ട് പെർമിഷൻ ഇല്ലാത്തത്? ബൈ ഡിഫോൾട്ട് ലിനക്സിൽ നമ്മൾ റീഡ് റൈറ്റ് ആണ് കൊടുക്കാറ്. അതിന് കാരണമുണ്ട്, ഫയൽസിന് 640 ദിസ് ഇസ് ദ മോസ്റ്റ് സെക്യൂർ. കാരണം ഇത് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ കുറെ വർഷങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയ കാര്യമാണ്. 640 ആണ് ഒരു ഫയലിന്, അല്ലെങ്കിൽ ഈ കേസിൽ 664 ആണ് കൊടുത്തിട്ടുള്ളത്. 640 അല്ലെങ്കിൽ 664 ആണ് ബൈ ഡിഫോൾട്ട് പെർമിഷൻസ് ഉണ്ടാവുക. ഡയറക്ടറീസ് ആവുമ്പോൾ 750 അല്ലെങ്കിൽ 755 എന്നുള്ള പ്രിവിലേജസ് ആണ്. ഇപ്പൊ ഈ കേസിൽ ഞാൻ കാണുന്ന ബൈ ഡിഫോൾട്ട് ഡയറക്ടറിക്ക് കൊടുത്തേക്കുന്നത്
LD കൊടുത്തേക്കുന്നത് 775 ആണ്. യൂഷ്വലി ലിനക്സ് സിസ്റ്റത്തിന്റെ അകത്ത് 750യും 644ഉം എന്നുള്ള പെർമിഷനാണ്. അതായത് യൂസറിന് റീഡ് റൈറ്റ്, ഗ്രൂപ്പിന് ഓൺലി റീഡ്, അതേഴ്സിനും റീഡ്, അതേഴ്സിന് നോ പെർമിഷൻ ഓൺ എ ഫയൽ. അതായത് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. chmod എന്ന് പറയുന്ന കമാൻഡാണ് നമ്മൾ അതിന് യൂസ് ചെയ്യാം. 640 എന്റെ ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ ls-al കണ്ടോ, യൂസറിന് ഇപ്പോൾ റീഡും റൈറ്റും, അതേഴ്സിന് ഗ്രൂപ്പിന് റീഡ് മാത്രം, അതേഴ്സിന് ഒരു പ്രിവിലേജും ഇല്ല. ഈ കേസിലാവുമ്പോൾ വേറെ ആരും എൻ്റെ ഫയൽ റീഡ് ചെയ്യാൻ പോകുന്നില്ല. ആ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ദ മോസ്റ്റ് സെക്യൂർ പെർമിഷൻ. ബൈ ഡിഫോൾട്ട് പെർമിഷൻസ് ലിനക്സിൽ കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഈ ലാബ് സിസ്റ്റത്തിന്റെ അകത്ത് ഇവർ ബൈ ഡിഫോൾട്ട് കൊടുക്കുന്നത് ഇങ്ങനൊരു പ്രിവിലേജ് ആണ്. ഇതും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. umask എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ ഉണ്ട്. ഇതാണ് ഡിസൈഡ് ചെയ്യുന്നത് ബൈ ഡിഫോൾട്ട് ലിനക്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽസിന്റെ ഫോൾഡേഴ്സിന്റെ പെർമിഷൻ എന്തായിരിക്കണം. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് ഡിഫോൾട്ട് വരും. ഇറ്റ്സ് ലൈക്ക് എ സ്കെൽട്ടൺ ക്രിയേറ്റഡ്. ആ സ്കെൽട്ടൺ അങ്ങ് അപ്ലൈ ചെയ്യുള്ളൂ. ഓക്കെ, കൺഫ്യൂഷൻ ആയോ? മനസ്സിലായോ? ഓക്കെ. യെസ് മാം. ഇത് ഒന്നും കൂടെ ഒരു ലെവൽ അഡ്വാൻസ്ഡ് ആണ്. പക്ഷെ ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇതൊരു എന്താ പറയാ, സ്റ്റേജ് 6 ആയിട്ട് ഇനീഷ്യലി നാവിഗേഷൻ ഒക്കെ പഠിക്കുക. യൂസറിന്റെ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന ഷെല്ലിൽ നമ്മളെ യൂസറിന്റെ ഡീറ്റെയിൽസ്, ഇങ്ങനെ ഫയൽ ക്രിയേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, എങ്ങനെ നാവിഗേറ്റ് ചെയ്തൊക്കെ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു യൂസറിന്റെ പെർമിഷൻസ് എന്തൊക്കെയാണ്, ഒരു ഗ്രൂപ്പിന്റെ പെർമിഷൻസ് എന്തൊക്കെയാണ്, ഫയലിന്റെ പെർമിഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ അതെങ്ങനെ ചേഞ്ച് ചെയ്യാം, എങ്ങനെ യൂസറിന് ഓണർഷിപ്പ് കൊടുക്കാം. ഇപ്പോൾ chown എന്ന് പറയുന്ന കമാൻഡ് ഉണ്ട്. എനിക്ക് റൂട്ട് എന്ന് പറയുന്ന യൂസറിന് ഇത് കൊടുക്കണം വിചാരിക്കും. റൂട്ടിന് കൊടുത്താൽ പിന്നെ എനിക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും. അതുകൊണ്ടിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് വേറൊരു എനിക്ക് ലാബ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഇവിടെ temp എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. ഇവിടെ ഞാൻ എനിക്ക് dir ടെസ്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ടെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡർ ലിസ്റ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് അതിൻ്റെ റൂട്ട് തന്നെയാണ് പ്രിവിലേജ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്കത് ഹേമ എന്ന് പറയുന്ന യൂസറിന് കൊടുക്കണം കുറച്ച് പ്രിവിലേജ്. chown ചേഞ്ച് ഓണർഷിപ്പ് എന്നാണ് അതിനർത്ഥം. ഹേമ എന്ന് പറയുന്ന യൂസറിനും അവരുടെ ഗ്രൂപ്പിനും ടെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡറിൽ കൊടുക്കാൻ പറഞ്ഞ കണ്ടോ ഈ ഡോട്ട് LD കണ്ടോ, ഈ ഹേമ എന്ന് പറയുന്ന യൂസറിനും ഗ്രൂപ്പിനും അത് പെർമിഷൻ മാറ്റി കൊടുക്കാം. അങ്ങനെ chown എന്ന് പറയുന്ന കമാൻഡാണ് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ. chmod ചേഞ്ച് ചെയ്യാം. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈന്യൂട്ട് പെർമിഷൻസ് ചേഞ്ച് ചെയ്യാനുള്ള കമാൻഡ്. വൺസ് ഓണർഷിപ്പ് ഹേമക്ക് കൊടുത്താൽ പിന്നെ റൂട്ടിന് ആക്സസ് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും. റൂട്ട് മോസ്റ്റ് പ്രിവിലേജ്ഡ് യൂസർ ആണ്. അപ്പോൾ റൂട്ടിന് അത് വിഷയമല്ല. പക്ഷെ ഹേമ റൂട്ടിന് കൊടുത്താൽ പിന്നെ ഹേമ മോസ്റ്റ് പ്രിവിലേജ്ഡ് യൂസർ അല്ലെങ്കിൽ എനിക്ക് തിരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, റൂട്ട് ആക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ആരുടെ പ്രിവിലേജ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. യെസ്, ഈ സിസ്റ്റം ഹാക്ക് ചെയ്യാനായിട്ട് ഇതിൽ റൂട്ട് പ്രിവിലേജ് ആക്സസ് ചെയ്താൽ മതി. അപ്പം ഈ ഓർഗനൈസേഷനിലൊക്കെ ഈ ആർക്കാണ് ഈ റൂട്ട് ആക്സസ് കൊടുക്കുക? ഇപ്പൊ എന്റെ ഓർഗനൈസേഷനിൽ ആർക്കും റൂട്ട് ആക്സസ് ഇല്ല. റൂട്ട് ഡിസേബിൾ ചെയ്യും, ലോഗിൻ തന്നെ ഡിസേബിൾ ചെയ്യും. എന്നിട്ട് സുഡോ പ്രിവിലേജസ് കൊടുക്കും. ഒരു അഡ്മിൻ യൂസർ ഉണ്ടാവും, ഓപ്പറേഷണൽ യൂസർ, അഡ്മിൻ യൂസർ. ഇപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോമിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് പ്ലാറ്റ്ഫോമിന് ഒരു യൂസർ ഉണ്ട്. ഇപ്പൊ എനിക്ക് കൗണ്ടർ പാർട്ടായിട്ട് ഓപ്പറേഷൻസ് ടീം ഉണ്ട്, അവർക്ക് വേറെ യൂസർ ഉണ്ട്. ഇനി ഒരു ലോഗിങ് മോണിറ്ററിംഗ് ടീം ഉണ്ട്, അവർക്ക് വേറെ യൂസറെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ ഡേറ്റാബേസിന് ഒരു ടീം ഉണ്ട്, അവർക്ക് വേറെ യൂസറിനെ ക്രിയേറ്റ് ചെയ്യും. ആപ്ലിക്കേഷൻ ഒരു ടീം ഉണ്ട്, അവർക്ക് വേറെ യൂസർ. എന്നിട്ട് ഇതിനെല്ലാം ഒരു ഐഡന്റിറ്റി ആക്സസ് മാനേജ്മെന്റ് പോർട്ടലിൽ ഓൺബോർഡ് ചെയ്യും. ആർക്കും പാസ്വേഡ് അറിയില്ല. പാസ്വേഡ് പോർട്ടലിന്റെ അകത്തുനിന്ന് നമ്മൾ ആക്സസ് ഈ സെഷനിലേക്ക് ആക്സസ് ചെയ്യുള്ളൂ. പാസ്വേഡ് ആർക്കും പറഞ്ഞു കൊടുക്കില്ല. ഈ പാസ്വേഡിനൊരു ചേഞ്ച് ചെയ്യുന്നൊരു പോളിസി വിൻഡോസിലുള്ള പോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ ഓഫീസിൽ വിൻഡോസിന്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യണം 60 days 45 days. അതുപോലെ തന്നെ ഈ ആക്സസ് പോർട്ടലിന്റെ അകത്ത്
ഇതിൽ ഒരു സെറ്റിംഗ് ഉണ്ടാവും പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഓരോ 60 days 45 days ഈ ലിനക്സ് മെഷീൻസിന്റെ പാസ്വേഡും ചേഞ്ച് ചെയ്യും. ലിനക്സിലും പോളിസീസ് സെറ്റ് ചെയ്യാം അങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട്. വിൻഡോസിൽ Okay. ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഡിഫറെന്റ് യൂസേഴ്സിനെ ഒരാൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇപ്പം പറഞ്ഞ ഡാറ്റാബേസ് റോളിലും പിന്നെ ക്രിയേറ്റ് ചെയ്യണം. ഈ യൂസേഴ്സിനെ എല്ലാം ക്രിയേറ്റ് ചെയ്യണത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. അപ്പൊ അതിന് നമ്മളൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു റൂള് ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മൾ ആസ് എ ലിനക്സ് ടീം നമ്മൾ പറയണം ഇന്ന യൂസേഴ്സ് മാത്രമേ സെർവറിൽ ഉണ്ടാവാൻ പാടുള്ളൂ, ഇന്ന യൂസേഴ്സ് ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യും. എനിത്തിങ് ഈസ് ഔട്ട് ഓഫ് ദാറ്റ് ക്രിയേറ്റഡ് നമ്മൾ ഡിറ്റക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യും. അതിന് റിസ്ക് റേസ് ചെയ്യണം. ഹേമ, അപ്പൊ ഈ പ്ലാറ്റ്ഫോം മെയിൻ്റനൻസ് ഒക്കെ നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത്? പവർ യൂസർ കോൺസെപ്റ്റ് വെച്ചിട്ടാണോ? റൂട്ട് യൂസർ ഡിസേബിൾ എന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിക്കുന്നത്. പ്ലാറ്റ്ഫോം മെയിൻ്റനൻസോ? ഐ മീൻ പാച്ചിങ് ഉണ്ടാവില്ല നിങ്ങൾക്ക്, അതേപോലെ സെക്യൂരിറ്റി അപ്ഗ്രേഡ്സ്, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ പുഷ് ചെയ്യുന്നത് പ്ലാറ്റ്ഫോമിലേക്ക്? സോ സെക്യൂരിറ്റി അപ്ഗ്രേഡ്സ്, പാച്ചിങ് എല്ലാം നമ്മുടെ ഓപ്പറേഷൻസ് കൗണ്ടർ പാർട്ടാണ്. നമുക്ക് ഒരു പ്ലാറ്റ്ഫോം എഞ്ചിനീയറിംഗ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്ലാറ്റ്ഫോം ചെയ്യുന്ന ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്ട്സും ഇന്നോവേഷൻ വർക്കും L3 സപ്പോർട്ടും ആയിരിക്കും. അത് മനസ്സിലായി. റെഡി നമ്മൾ ഓപ്പറേഷൻസിന് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പൊ ഓപ്പറേഷൻസ് ആണ് ഈ പാച്ചിങ്ങും ഹാർഡനിങ്ങും എല്ലാം ചെയ്യാം. അപ്പൊ അവർക്ക് അതിനൊരു യൂസർ ഉണ്ട്. അപ്പോൾ ഇതിന് എന്റെ ഓർഗനൈസേഷനിൽ നമുക്ക് ഇതെല്ലാം ഓട്ടോമേഷൻ ആണ്, പാച്ചിങ്ങും ഹാർഡനിങ്ങും ഒക്കെ ചെയ്യുന്നതിന്. അതെ, അത് ഓട്ടോമേഷൻ തന്നെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ പവർ യൂസർ കോൺസെപ്റ്റ് വെച്ചിട്ടാണോ ആ ഓട്ടോമേഷൻ റൺ ചെയ്യുന്നത്? മീൻ ഐ നോ ദാറ്റ് ഓക്കെ ഡിഫറെന്റ് ടീമാണ് അത് റൺ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ റൂട്ട് ഡിസേബിൾ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ എക്സ്റ്റൻഡഡ് പവർ യൂസർ കോൺസെപ്റ്റ് വെച്ചിട്ടാണോ റൺ ചെയ്യുന്നത്? സുഡോ ഉള്ള യൂസർ ആയിരിക്കും. ഓക്കെ, ശരി. ഇപ്പോ ഇവിടെയുള്ള പോലെ തന്നെ ഇപ്പോ ഞാനിങ്ങനെ റൂട്ടായിട്ട് സ്വിച്ച് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഞാൻ ലോഗിൻ ചെയ്യുന്ന യൂസർ ഹേമ എന്ന് പറയുന്ന യൂസറാണ്. ഞാൻ ഹേമയായിട്ടാണ് ലോഗിൻ ചെയ്തേക്കുന്നത്. എൻ്റെ ലോഗിൻ ഫോൾഡർ തന്നെ ഫ്ലാഷ് ഹോം ഹേമയാണ്. സുഡോ SU ഹൈഫൺ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും എൻ്റെ പാസ്വേഡ് എന്താണ്. അപ്പം ഞാൻ ആ പാസ്വേഡ് അടിക്കുമ്പോൾ കണ്ടോ ഞാൻ റൂട്ടായിട്ട് സ്വിച്ച് ചെയ്തു. ഇതാണ് സുഡോ സ്വിച്ചിങ് എന്ന് പറയുന്നത്, സുഡോ യൂസർ പ്രിവിലേജസ് എന്ന് പറയുന്നത്. നൗ ഇത് എവിടെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നുള്ള ക്വസ്റ്റ്യൻ. ഇത് എങ്ങനെയാണ് ഈ യൂസറിന് ഇങ്ങനെ പ്രിവിലേജ് ഉണ്ടെന്ന് പറ്റുന്നത്? റൂട്ട് യൂസറായിട്ട് ഫസ്റ്റ് ടൈം നമ്മൾ ലോഗിൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ etc sudo prs എന്ന് പറയുന്നൊരു ഫയലുണ്ട്. അതെ, ഈ കോൺസെപ്റ്റിൽ നിങ്ങൾ സൂപ്പർ യൂസർ എന്ന് പറയുന്നത് റൂട്ട് അല്ലേ ഇവിടെ എടുത്തേക്കുന്നത്? അതെ. അപ്പൊ ഈ ഓർഗനൈസേഷൻ ലെവലിൽ ഇതേപോലെ നിങ്ങൾക്ക് ആരാണ് സ്യൂഡോ പ്രിവിലേജസ് തരിക? അത് ഏത് അക്കൗണ്ട് വെച്ചിട്ടാണ്, ഏത് യൂസർ വെച്ചിട്ടാണ്? വീൽ എന്ന് പറയുന്ന ഡിഫോൾട്ട് യൂസർ ഉണ്ട്. നമുക്ക് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഉണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്ത് ആ ഗ്രൂപ്പിലോട്ട് യൂസറിനെ ആഡ് ചെയ്യാം. ഈ കേസിൽ ഇപ്പോൾ കണ്ടോ അഡ്മിൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിന് റൂട്ട് പോലെ തന്നെ പ്രിവിലേജ് ഉണ്ട്. കണ്ടോ റൂട്ടിനുള്ള അതേ പ്രിവിലേജ് തന്നെ അഡ്മിനും കൊടുത്തിട്ടുണ്ട്. അഡ്മിൻ പക്ഷേ ഒരു ഗ്രൂപ്പാണ്. എന്നിട്ട് ആ ഗ്രൂപ്പിലോട്ടാണ് ഹേമയെ ആഡ് ചെയ്തേക്കുന്നത്. കണ്ടോ അഡ്മിൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഹേമയുണ്ട്. സോ ഹേമയ്ക്ക് സുഡോ പ്രിവിലേജ് കിട്ടും. കാരണം എന്താ, അഡ്മിന് സുഡോ പ്രിവിലേജ് ഉണ്ട്. ശരി, ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു യൂസർ നിങ്ങൾ ഡിസേബിൾ ചെയ്തിട്ട്, ഐ മീൻ ഒരു യൂസർ ഡിസേബിൾ ചെയ്തിട്ട് അതിന്റെ പ്രിവിലേജസ് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും? യൂസർ ഡിസേബിൾ ചെയ്തിട്ടോ? അതായത് നിങ്ങൾ പറഞ്ഞില്ലേ റൂട്ട് റൂട്ട് യൂസറിനെ എങ്ങനെയാണ് ഡിസേബിൾ ചെയ്യുന്നതെന്ന്. ഓക്കെ ഡിസേബിളിംഗ് ഇൻ എ സെൻസ് റൂട്ട് യൂസർ ഡിലീറ്റ് ചെയ്ത് കളയുമെന്നല്ല. അതിന്റെ അർത്ഥം ലോഗിൻ ടു ആസ് എ റൂട്ട് യൂസർ SSHD കോൺഫിഗിന്റെ അകത്ത് പെർമിറ്റ് റൂട്ട് യൂസർ ലോഗിൻ എന്ന് പറയുന്ന ഒരു കോൺഫിഗറേഷൻ പാരാമീറ്റർ ഉണ്ട്. ആ പാരാമീറ്റർ ഡിസേബിൾ ചെയ്യും. റൂട്ടിന്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യും. മനസ്സിലായി. റൂട്ട് യൂസർ നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റില്ല. ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ സെർവർ ആക്സസ് ഇല്ലാതാവല്ലോ. അതാണ് ഞാൻ നിങ്ങൾ ആ പറഞ്ഞതിൽ എനിക്ക് അതാണ് ക്യാച്ച് ആയത്. നമ്മൾ കുറച്ച് ഡീവിയേറ്റ് ചെയ്തു ടോപ്പിക്കിൽ നിന്ന്. സോ ലെറ്റ്സ് ഗോ ബാക്ക്. ഇനി നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇനി ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഞാൻ ചുമ്മാ RM കൊടുത്താൽ മതി, ഫയൽ ഡിലീറ്റ് ആവും. ഫയൽ ഡിലീറ്റ് ആയി. ഞാൻ വീണ്ടും ടച്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യും.
VI എന്നുള്ള കമാൻഡാണ് ഞാൻ യൂസ് ചെയ്തത്. എൻ്റെ I എന്ന് പറയുമ്പോൾ ഇൻസേർട്ട് ആവും. ആ ഭാഗം ഞാൻ പറഞ്ഞില്ലല്ലേ. ഇപ്പൊ ഞാൻ ഏതൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. ls-al ചെയ്യുമ്പോൾ നമുക്ക് ആ ഫയലിന്റെ സൈസ് ചേഞ്ച് ചെയ്ത് കാണാം. കണ്ടോ, 15 bytes ആ ഫയലിൽ ആയി. നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ 0 ആയിരുന്നു. ടച്ച് അപ്പൊ നമ്മൾ ls-al ചെയ്യുമ്പോൾ കണ്ടോ, ഈ ERT എന്ന് പറയുന്ന ഫയൽ ഞാൻ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തുള്ളൂ. അതിന് ഒന്നുമില്ല, കണ്ടന്റ് 0 ആണ്. പക്ഷെ FDFന്റെ അകത്ത് ഞാൻ കണ്ടന്റ് ടൈപ്പ് ചെയ്തുകൊണ്ട് അതിന് 15 bytes സൈസ് ഓൾറെഡി ഉണ്ട്. അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെ ഒരു ഫയൽ എഡിറ്റ് ചെയ്യാം. VI എന്ന് ടൈപ്പ് ചെയ്താൽ എന്നിട്ട് ആ ഫയൽ, ഇപ്പോൾ നിങ്ങൾ ലിനക്സിൽ എപ്പോഴും ഒരു അഡ്വാൻസ്ഡ് യൂസർ ആവുന്നതിന് മുന്നേ ഒരു ഇന്റർമീഡിയറ്റ് യൂസർ ആവുമ്പോഴും എപ്പോഴും നിങ്ങൾ മുഴുവൻ ടൈപ്പ് ചെയ്യുന്ന ഒരു ശീലം ഒഴിവാക്കണം. എപ്പോഴും E എന്ന് ടൈപ്പ് ചെയ്ത് ബാക്കി ലിനക്സ് ഫില്ല് ചെയ്യട്ടെ എന്ന് വിചാരിക്കണം. E എന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ ടാബ് അടിച്ചു. ആ ഫയലിന്റെ ഫസ്റ്റ് ഒരു ലെറ്റർ മാത്രം, ഇപ്പോൾ SDF എന്ന് പറയുന്ന ഫയലാണ് എനിക്ക് ഓപ്പൺ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ S എന്ന് ടൈപ്പ് ചെയ്യും, ടാബ് ചെയ്യും, ബാക്കി ലിനക്സ് ഫില്ല് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ VI എന്ന് പറയുന്ന എഡിറ്റർ. ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഫോളോ ചെയ്യുന്നുണ്ടോ? നമ്മൾ ഫയൽ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ? അതെ. ഓക്കെ, അപ്പോൾ VI SDF ചെയ്തു. ഓൾറെഡി ഞാൻ അവിടെ കണ്ടന്റ് എഴുതിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, I എന്ന് ടൈപ്പ് ചെയ്യുക. I എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻസേർട്ട് വരും. വന്നിട്ട് അപ്പൊ നമുക്ക് ഇൻസേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. നമ്മൾ എന്തെങ്കിലും കണ്ടന്റ് ടൈപ്പ് ചെയ്യാം. എല്ലാവരും ടൈപ്പ് ചെയ്യൂ. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ്കേപ്പ് കീ ഞെക്കാം. എസ്കേപ്പ് കീ ഞാൻ ഞെക്കി. എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് കോളൻ, അപ്പൊ അടിയിൽ കാണാം ഇവിടെ കോളൻ ഒന്ന് കണ്ടോ, കോളൻ. ഇനി ഞാൻ സേവ് ചെയ്യുന്ന കമാൻഡാണ് W, റൈറ്റ് എന്നാണ് അതിന്റെ ഉദ്ദേശം. റൈറ്റ് ചെയ്തു, അപ്പൊ എന്റെ കണ്ടന്റ് സേവ് ആയി. എനിക്ക് ഈ ഫയൽ ക്വിറ്റ് ചെയ്യണം. അതായത് സേവ് ചെയ്ത് കഴിഞ്ഞു, ഫയൽ എക്സിറ്റ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ വീണ്ടും കോളൻ Q, ക്വിറ്റ് Q. സേവ് ചെയ്യാനായിട്ട് W, റൈറ്റ്. ക്വിറ്റ് ചെയ്യാനായിട്ട് Q. കോളൻ അടിച്ചിട്ട് വേണമെന്ന് മാത്രം. ഞാൻ ക്വിറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ ഫയലിന്റെ കണ്ടന്റ് എന്ന് നോക്കണം എനിക്ക്. അപ്പൊ അതിന് cat SDF കണ്ടോ, ഞാൻ ഇപ്പൊ ലാസ്റ്റ് ടൈപ്പ് ചെയ്ത കണ്ടന്റ് വന്നു. എൻ്റെ ലാബ് ഇപ്പോൾ ടെർമിനേറ്റ് ആവും. ഓക്കെ, കണ്ടന്റ് പ്രിന്റ് ചെയ്തു. എല്ലാവരും ചെയ്ത് നോക്കിയോ? ഓക്കെ, ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും ആ ഫയൽ എടുത്തു. അപ്പം എനിക്ക് ഓൾറെഡി ഒരു ലൈൻ ഉണ്ട്, പക്ഷെ എനിക്ക് നെക്സ്റ്റ് ലൈനിൽ എഡിറ്റ് ചെയ്യണം. അപ്പം എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റിയ ഒരു കമാൻഡാണ് O. വെറുതെ ഞാൻ O എന്നെ കീബോർഡിൽ ഞെക്കും. അപ്പോൾ എന്തുണ്ടാവും, ഇൻസേർട്ടും ആയി, നെക്സ്റ്റ് ലൈനിലേക്കും പോകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. O, ഇതെല്ലാം VI എഡിറ്റർ എന്ന് പറയുന്ന ടൂളിന്റെ സ്പെഷ്യാലിറ്റിയാണ്. ഓക്കെ, അപ്പം എന്നിട്ട് ഞാൻ എന്തെങ്കിലും വീണ്ടും കണ്ടന്റ് എഴുതി. എന്നിട്ട് എനിക്ക് ഓക്കെ ഡൺ, എനിക്കിത് മതി, അല്ലെങ്കിൽ എനിക്കൊരു ലൈനും കൂടെ എഴുതണം. അപ്പോൾ എൻ്റർ അടിച്ച് വീണ്ടും ഞാൻ എഴുതി. ഞാനിത് സേവ് ചെയ്യുമ്പോൾ എസ്കേപ്പ് എന്തായിരുന്നു, കോളൻ W ഫോർ റൈറ്റിംഗ് ആൻഡ് Q ഫോർ ക്വിറ്റിംഗ്. കണ്ടോ? അപ്പോൾ ഇനി ഞാൻ വീണ്ടും ആ ഫയലൊന്ന് ക്യാറ്റ് ചെയ്ത് നോക്കാം. എൻ്റെ കണ്ടൻസ് എല്ലാം വന്നു. ഇനിയാണ് ഫയൽ എഡിറ്റിംഗ് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഫോളോ ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും അവിടെ തന്നെ ഉണ്ട്, ഉറങ്ങിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഒരു ഡൗട്ട്, അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട് I എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസേർട്ട് മോഡ് എനേബിൾ ആവില്ലേ? ആ വന്നു, വരും. ഓക്കെ. അപ്പൊ നമുക്ക് VI ഫയൽ നെയിമിന് പകരം ഡയറക്റ്റ് നമുക്ക് ടച്ച് വെച്ചിട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ I പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ ഓപ്പൺ ആയത്?
ഇല്ല, ടച്ച് എന്ന് പറയുന്നത് വേറെ കമാൻഡ് അല്ലേ? ടച്ച് എന്ന് പറയുന്ന കമാൻഡ് ഫയൽ നമ്മളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫയൽ മാത്രം. ക്രിയേഷൻ ഫയൽ അതെ ക്രിയേറ്റ് അതെ നമുക്ക് ഓക്കെ, എനിക്ക് മനസ്സിലായി. അതായത് ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഫയൽ ഇല്ല, ടച്ച് യൂസ് ചെയ്യണമെന്നില്ല. ഞാൻ പറയുകയാണ് VI ഒരു XYZ എന്ന് പറഞ്ഞ് ചെയ്യുവാണെങ്കിൽ ഓൾറെഡി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും, എനിക്കത് എഡിറ്റ് ചെയ്യാനും വരും. യെസ് ഐ ഗോട്ട് യുവർ പോയിന്റ്. കണ്ടോ, XYZ എന്ന് പറഞ്ഞ ഫയലും ക്രിയേറ്റ് ആയി. ടച്ച് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. കറക്റ്റ് ആണ്. Any questions? Okay. നമ്മള് കോപ്പി മൂവും ഉണ്ട്. ഇനിയിപ്പോ MV എൻ്റെ ലാബിന്റെ ടൈം തീർന്നാൽ എന്ത് ചെയ്യുമെന്ന് അറിയില്ല, നോക്കാം. XYZ എന്ന് പറയുന്ന ഫയലിനെ എനിക്ക് വേറൊരു ഫയലിന്റെ പേരാക്കണം, പോട്ട് എന്ന് പറഞ്ഞിട്ട്. XYZ എന്ന് പറയുന്ന ഫയലിനെ ഞാൻ റീനെയിം ചെയ്യാൻ പോകും. അതിന് യൂസ് ചെയ്യുന്ന കമാൻഡാണ് MV എന്ന് പറയുന്നത്, മൂവ്. നോക്കിയാ കണ്ടോ, XYZ എന്ന് പറയുന്ന ഫയൽ പോയി, പോട്ട് എന്ന് പറയുന്നതായി. എനിക്ക് ഈ പോട്ട് എന്ന് പറയുന്ന ഫയലിനെ കോപ്പി ചെയ്യണം, ഒരു ബാക്കപ്പ് ഉണ്ടാക്കണം. പോട്ട് _back അതിന് CP കോപ്പി എന്ന് പറയുന്ന കമാൻഡ് പ്രിന്റ് ചെയ്ത് നമുക്ക് കാണാം. പോട്ടിന് back, back. ഡിഫ് എന്ന് പറയുന്ന കമാൻഡാണ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഫയൽസ് കാണിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ലാബ് ഇപ്പോൾ പോകും, ഡിഫ് പോട്ടും നോക്കാം നമുക്ക്. അപ്പോൾ പറയും ഈ 2 ഫയലും തമ്മിലുള്ള ഡിഫറൻസ്. ഇത്ര എല്ലാവരും ചെയ്തോ? അപ്പോൾ CP ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക എല്ലാവരും, എന്നിട്ട് അതിൽ കണ്ടന്റ് ആഡ് ചെയ്യുക, എന്നിട്ട് അതിനെ കോപ്പി ചെയ്ത് അതിൻ്റെ ഒരു ബാക്കപ്പ് ഉണ്ടാക്കുക CP വെച്ചിട്ട്. എന്നിട്ട് ടൈപ്പ് ചെയ്യാം ആദ്യം VI ഫയൽ നെയിം, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് I ടൈപ്പ് ചെയ്ത ഇൻസേർട്ട് ആവും, ടൈപ്പ് കണ്ടന്റ്, എന്നിട്ട് എസ്കേപ്പ് കീ പ്ലസ് കോളൻ പ്ലസ് WQ എന്ന് ടൈപ്പ് ചെയ്താൽ ഫയല് സേവ് ആവും. അത് കഴിഞ്ഞിട്ട് CP copy the file name to file name _ back, എന്നിട്ട് rename the file MV file name to new file. പിന്നെ റീനെയിം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡിഫറൻസ് നോക്കാം. ന്യൂ ഫയലും ഫയൽ നെയിം _ back. ഓക്കെ, ഇത്രയും ചെയ്യൂ. വൺ അവർ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലാബ് വീണ്ടും പ്രൊവിഷൻ ചെയ്യാം. എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്ക് ടു 0. ഞാൻ cd/temp VI lab
Now diff lab and new file. Okay. So ലാബ് സെഷൻ പോയി കഴിഞ്ഞാൽ എല്ലാവരും പേജ് ഒന്നും കൂടെ റിഫ്രഷ് ചെയ്താൽ പുതിയ ലാബ് റീലോഡ് ആവുന്നുണ്ട് കേട്ടോ. സോ ഇറ്റ്സ് ഗുഡ്. സോ നൗ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ലാബിന്റെ അകത്ത് കുറച്ച് 2 അഡീഷണൽ കണ്ടന്റ് കൂടെ എഴുതി. ഇനി ഞാൻ ന്യൂ ഫയലിന്റെ അകത്തും കൂടെ 2 കണ്ടന്റ് എഴുതട്ടെ പുതിയതായിട്ട്. ഞാൻ ഡിഫ് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ആദ്യം ലാബിനെ കോപ്പി ചെയ്ത് ന്യൂ ഫയൽ ആക്കിയിട്ട് ലാബിന്റെ അകത്ത് ഞാൻ കുറച്ച് കണ്ടന്റ് ആഡ് ചെയ്തു. അപ്പൊ കണ്ടോ, ഈ ഡിഫ് കമാൻഡിന്റെ അകത്ത് ആരോ ഇങ്ങോട്ട്, അതായത് ലാബിന് നേരെയാണ് ആരോ. കൺസിഡർ ആ ആരോ ഇരിക്കുന്നത് ഈ ന്യൂ ഫയലിനും ഫയൽ നമ്പർ 1നും ഫയൽ നമ്പർ 2നും ഇടയിലാണെന്നുണ്ടെങ്കിൽ ഈ ആരോ ലെസ് ദാൻ ആരോ ആണ്. ലെസ് ദാൻ ആരോ ഇസ് പോയിന്റിംഗ് ടുവേർഡ്സ് ലാബ്. ലാബിന്റെ അകത്ത് 3rd ലൈനിൽ ഇങ്ങനെ ഒരു കണ്ടന്റ് എക്സ്ട്രാ ഉണ്ട്. അതാണ് ഈ 2 ഫയലും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്തു, സെക്കൻഡ് ഫയൽ 2ന്റെ അകത്ത് ഞാൻ കണ്ടന്റ് ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡിഫ് ചെയ്യുമ്പോൾ കണ്ടോ, ഫയൽ 2ന്റെ അകത്ത് ലൈൻ നമ്പർ 1ല് എക്സ്ട്രാ ഒരു ഇതുണ്ട്. ഈ ആരോ പോയിന്റ് ചെയ്യുന്നത് ഫയൽ നമ്പർ 2നെയാണ്. ഫയൽ നമ്പർ 1ന്റെ അകത്ത് 3rd ലൈനിൽ ഒരു അഡീഷണൽ ലൈൻ ഉണ്ട്. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഡിഫ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത് 2 ഫയൽ തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഹലോ, അത് നമുക്ക് ഇപ്പോ ഏത് ഓർഡർ ആയാലും കുഴപ്പമില്ല. ന്യൂ ഫയൽ ഫസ്റ്റ് വരിക, ലാബ് സെക്കൻഡ്, അങ്ങനെയൊന്നുമില്ല. 2 ഫയൽ, ഫയൽ 1 ഫയൽ 2 ഡസന്റ് മാറ്റർ. ഓക്കെ. ഓക്കെ, അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമാൻഡാണ് ഡിഫ് എന്ന് പറയുന്നത്. നമ്മൾ ഈ Notepad++ ഒക്കെ യൂസ് ചെയ്ത് ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന, അതിന് പകരം ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു ഇതാണ് ഡിഫ് കമാൻഡ്. ലിനക്സിലെ ഫയൽ കണ്ടന്റ് കോപ്പി ചെയ്തിട്ട് ചെയ്യും. ഈ മൂവ് കമാൻഡ് ഞാൻ റീനെയിം എന്നുള്ളൊരു ഫംഗ്ഷനാണ് പറഞ്ഞത്. പക്ഷെ മൂവ് കമാൻഡിനെ ആക്ച്വലി അതല്ല, റീനെയിം അല്ല അതിന്റെ ഫംഗ്ഷൻ. മൂവ് ചെയ്യാൻ തന്നെയാണ്. കട്ട് പേസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് ആണ് മൂവ് കമാൻഡിന്റെ. അപ്പോൾ ഇവിടെ എനിക്ക് 2 ഫയലുണ്ട്. ഇപ്പൊ എനിക്ക് ഈ ന്യൂ ഫയലിന് എൻ്റെ ഹോം ഫോൾഡറിലേക്ക് ഇടണം. എൻ്റെ ഹോം ഫോൾഡർ എങ്ങനെയാ പോകുന്നത്, എൻ്റെ ലൊക്കേഷൻ എങ്ങനെയാ, ഒരു ബട്ടൺ, ഒരു ഐക്കൺ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു അത്? ടിൽഡ. അവിടേക്കാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഹോം ഫോൾഡർ ഒന്ന് ലിസ്റ്റ് ചെയ്യുവാണ്. ടിൽഡ / ന്യൂ ഫയൽ ഇവിടെ വന്നു. ഇപ്പോൾ വന്നു. ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡാണ് ഡേറ്റ് ചെക്ക് ചെയ്യാനുള്ളത്. 7/14 7/16. ഇപ്പോൾ കോപ്പി ചെയ്തിട്ടതാണ്. അപ്പോൾ ഇവിടെ ഉണ്ടോ ആ ഫയൽ? ഇല്ല, ആ ഫയൽ ഇനി ഇവിടെ ഉണ്ടാവില്ല. കാരണം ഞാൻ മൂവാ ചെയ്തത്, കോപ്പി അല്ല ചെയ്തത്. അപ്പോഴാണ് ഞാൻ മറന്നുപോയി, അയ്യോ ഇവിടെയും കണ്ടന്റ് വേണമായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യും, cp from /new file to ഞാൻ നിൽക്കുന്ന ലൊക്കേഷനിലാണ് വേണ്ട. അപ്പോൾ ഡോട്ട്, ഞാൻ നിൽക്കുന്ന ലൊക്കേഷനാണ് ഡോട്ട്. കണ്ടോ, ന്യൂ ഫയൽ ഇവിടെ വന്നു. അപ്പം എനിക്ക് ഡോട്ടൊക്കെ യൂസ് ചെയ്യാൻ പേടിയാന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ യഥാർത്ഥ ലൊക്കേഷൻ കൊടുക്കാം, ടെമ്പിൻ്റെ അകത്ത് ടെസ്റ്റ് ഫയലാണ് എന്ന്. പക്ഷേ വെൻ യു ബിക്കം അഡ്വാൻസ്ഡ് ഇൻ ലിനക്സ് നമ്മൾ ഈ ഡോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. ഓക്കെ, ഇറ്റ്സ് ഫാൻസി, അങ്ങനെ വേണം പറയാൻ. ഓക്കെ, എല്ലാവരും ഇപ്പോൾ ഒരു ഫയൽ കോപ്പി ചെയ്തിട്ട് നോക്കൂ, മൂവ് ചെയ്ത് നോക്കൂ. വേറെ ലൊക്കേഷൻ കോപ്പി ചെയ്ത് ജസ്റ്റ് ഒറിജിനൽ ലൊക്കേഷനിൽ ഫയൽ ഉണ്ടാവില്ലേ? കട്ട് ആൻഡ് പേസ്റ്റ് അല്ലല്ലോ. യെസ്, കോപ്പിയുടെ കൺസെപ്റ്റ് തന്നെ അങ്ങനെയല്ലേ. ഈ ഫയലിന്റെ ഒരു കോപ്പി വേറെ ഒരു സ്ഥലത്ത് ഉണ്ടാക്കുക, ബാക്കപ്പ് പോലെ. കട്ട് പേസ്റ്റിന്റെ കൺസെപ്റ്റ് ആണ് മൂവ് എന്ന് പറയുന്ന കമാൻഡിനുള്ളത്. കോപ്പി ആൻഡ് റീപ്ലേസ് ആണോ? കോപ്പി ആൻഡ് റീപ്ലേസ് ആണോ? ഓൾറെഡി ഫയൽ എക്സിസ്റ്റ്, അത് റീപ്ലേസ് ആവും. റീപ്ലേസ് ചെയ്യാ, അങ്ങനെ നല്ല ക്വസ്റ്റ്യൻ. ഇപ്പോ ഇവിടെ കണ്ടോ, ഞാനിപ്പോ എനിക്ക് ഓൾറെഡി ഫയൽ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ റീപ്ലേസ് ചെയ്യുന്ന നേരത്തെ എന്നോട് ചോദിച്ചില്ല. കണ്ടോ, ഞാൻ അവിടേക്ക് തന്നെയാ വീണ്ടും റീപ്ലേസ് ആണ് ചെയ്യുന്നത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാലോ.
ന്യൂ ഫയൽ. ഞാൻ ന്യൂ ഫയലിൻ്റെ അകത്ത് ഒരു എക്സ്ട്രാ ലൈൻ ആഡ് ചെയ്യാം. ന്യൂ കണ്ടന്റ് എന്ന് ആഡ് ചെയ്യാം. സ്പെല്ലിങ് തെറ്റ് ചെയ്യുന്നാലും സാറില്ല. ഞാൻ ഒന്നുകൂടെ CP ചെയ്യാം. CP ന്യൂ ഫയൽ ടു /cat /new file. കണ്ടോ, റീപ്ലേസ് ചെയ്തു. ന്യൂ കണ്ടന്റ് വന്നു അവിടെ. ആൻഡ് വിതൗട്ട് ക്വസ്റ്റ്യൻ ഇറ്റ് റീപ്ലേസ്ഡ്. പക്ഷെ ഇപ്പൊ അതൊരു ഫോൾഡർ ആയിരുന്നു വിചാരിക്കും. അപ്പൊ ചോദിക്കും ഞാൻ റീപ്ലേസ് ചെയ്യുവാണ് എന്ന്. ഓക്കെ. നമ്മൾ ഓൾറെഡി ഓണർഷിപ്പും പെർമിഷനും ഒക്കെ കവർ ചെയ്തു. അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യുവാണ്. ഇനിയുള്ള കമാൻഡ്സ് ടോപ്പ് നമുക്ക് ട്രൈ ചെയ്യാം. കാരണം ഈ കമാൻഡ്സ് ചെയ്യാനായിട്ട് സുഡോ പ്രിവിലേജസ് വേണം. ടോപ്പും അത് തന്നെ. അതിനേക്കാൾ മുൻപ് ഫയൽ റിലേറ്റഡ് ആയിട്ടുള്ള വേറെ കുറച്ച് കമാൻഡ്സ് ഉണ്ട്. ഫൈൻഡ്. ഇപ്പം നമുക്ക് ഞാനിപ്പോൾ ഏതോ ലൊക്കേഷനിൽ പോയി നിൽക്കുക. ഫയൽ എനിക്കറിയാം ഒരു ഫയൽ ഇവിടെ എവിടെയോ ഉണ്ട്, ഈ സെർവറിൽ എവിടെയോ ഉണ്ട്. എനിക്ക് ആ ഫയൽ എവിടെയാണെന്ന് അറിയില്ല, പക്ഷെ എനിക്കത് കണ്ടുപിടിക്കണം. ഞാൻ CD / പോകും, കാരണം അതാണ് റൂട്ട് ഡയറക്ടറി. എന്നിട്ട് ഫൈൻഡ് എന്ന് പറഞ്ഞ കമാൻഡ് ഉണ്ട്. അപ്പോൾ എന്ത് കമാൻഡിനും നമുക്കൊരു ഓപ്ഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ മാനുവൽ പേജ് ഉണ്ട്. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെഷനിൽ. മാൻ ചെയ്താൽ നമുക്ക് ഫൈൻഡിന് മാൻ ഇല്ല. ഓക്കെ, ഇപ്പോൾ മാൻ CD ഇതിൽ ഒന്നിനുമില്ല. ഫൈൻഡ് -help. യെസ്, -help എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫൈൻഡിന് ഹെൽപ്പ് ഓപ്ഷൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ എനിക്ക് കമാൻഡ് അറിയാം, ഞാനത് പറഞ്ഞുതരാം. ഫൈൻഡ് ഡോട്ട്, അതായത് ഞാൻ നിൽക്കുന്ന ഫോൾഡറിൽ നിന്ന് തൊട്ട് അകത്തോട്ട് എല്ലാം സെർച്ച് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡോട്ട് നെയിം, ഗിവ് ദ നെയിം ഓഫ് ദ ഫയൽ. എനിക്കറിയാം ഈ സെർവറിൻ്റെ അകത്ത് എവിടെയോ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡറോ ഫയലോ ഉണ്ട്. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യാം. ഫൈൻഡ് ഡോട്ട് -name test സെർച്ച് ചെയ്യും. ടെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡർ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ലിസ്റ്റ് ചെയ്യും. കുറേ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സിൻ്റെ അകത്തോട്ട് ഈ ബോബ് എന്ന് പറയുന്ന യൂസറിന് പ്രിവിലേജ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പെർമിഷൻ ഡിനൈഡ് എന്ന് വന്നത്. പക്ഷേ ഇഫ് യു സി അറ്റ് ദ ടോപ്പ് യൂസർ ബിന്നിൻ്റെ അകത്തൊരു ടെസ്റ്റ് ഉണ്ട്, ടെമ്പിൻ്റെ അകത്തൊരു ടെസ്റ്റ് ഉണ്ട്, ഇവിടെ വേറൊരു ടെസ്റ്റ് ഉണ്ട്. എല്ലാ ടെസ്റ്റും ലിസ്റ്റ് ചെയ്തു തന്നെ എനിക്ക്. ഇതൊരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കമാൻഡാണ് നമ്മൾ ലിനക്സ് അഡ്മിനിസ്ട്രേറ്ററിന്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ടെസ്റ്റ് എന്ന് ഈ സ്മോൾ ലെറ്ററിൽ എനിക്ക് അങ്ങനെ ഇനിയാണോ എന്നറിയില്ല, ചിലപ്പോൾ T ആയിരിക്കാം. അപ്പോൾ ഞാൻ എന്ത് കൊടുക്കണം ആ കമാൻഡിന് പകരം? -i, കേസ് ഇൻസെൻസിറ്റീവ് എന്നാണ് -i എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. -i നെയിം ടെസ്റ്റ്. ഇപ്പോൾ T ഉള്ള എവിടെയെങ്കിലും, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ ടെമ്പിൻ്റെ അകത്തൊരു ഫയൽ ഉണ്ടാക്കാം. dir/temp test ഞാൻ സെർച്ച് ചെയ്യുകയാണ്. -i നെയിം ടെസ്റ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തപ്പോൾ സ്മോൾ ലെറ്റർ ടെസ്റ്റും ക്യാപിറ്റൽ ലെറ്റർ ടെസ്റ്റും ലിസ്റ്റ് ചെയ്തു. നമുക്ക് ഡിഫറൻസ് നോക്കാം. ഇപ്പോൾ -i കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കണ്ടോ, /temp ടെസ്റ്റ് മാത്രം കാണിച്ചോളൂ. T ഉള്ള ടെസ്റ്റ് കാണിച്ചില്ല. മനസ്സിലായോ? ഓക്കെ, ഞാൻ ഈ കമാൻഡ് ടൈപ്പ് ചെയ്യാം. ഫൈൻഡ് ഡോട്ട് -i name file or folder name. ഇതാണ് ഒരു ഫയൽ സെർച്ച് ചെയ്യാനുള്ള കമാൻഡ് ലിനക്സിൽ. ഓക്കെ, ക്ലിയർ? ഇപ്പോൾ എനിക്ക് /ൻ്റെ അകത്തൊന്നും സെർച്ച് ചെയ്യണ്ട. എനിക്കറിയാം ടെമ്പിൻ്റെ അകത്ത് എവിടെയോ ആണ് എനിക്ക് വേണ്ട ഫയലെന്ന്. അപ്പോൾ എനിക്ക് ഫൈൻഡ് /temp -name test. പക്ഷേ എനിക്കറിയാം ചിലപ്പോൾ കേസ് ഇൻസെൻസിറ്റീവ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ -i name test. കണ്ടോ ഡിഫറൻസ്? ഓക്കെ,
ഫോളോ ചെയ്യുന്നുണ്ടോ? ഫൈൻഡ് കമാൻഡ്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ കമാൻഡ്? ഞാൻ ചാറ്റിൽ കമാൻഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, താങ്ക് യു രാഹുൽ, താങ്ക് യു അഭിജിത്ത്. സോ നൗ ഇത് ഒരു ഫയലിൻ്റെ പേര് വെച്ച് കണ്ടുപിടിക്കാൻ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എനിക്ക് മുഴുവൻ പേര് അറിയില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? സ്റ്റാർ കൊടുക്കും, അപ്പോഴും ലിസ്റ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് XY സ്റ്റാർ എന്നൊരു ഫയലില്ല, അങ്ങനെയില്ല. ഓക്കെ, ന്യൂ ഫയൽ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് മുൻഭാഗം അറിയില്ല, ഇങ്ങനെ സ്റ്റാർ സംതിങ് സ്റ്റാർ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ആണ് വൈൽഡ് കാർഡ്. സ്റ്റാർ എന്ന് പറയുന്നതാണ് വൈൽഡ് കാർഡ് എന്ന് പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കിയോ? വൈൽഡ് കാർഡും കൂടെ ഒന്ന് ട്രൈ ചെയ്യൂ. കമാൻഡ് തന്നെ, പക്ഷെ വിത്ത് വൈൽഡ് കാർഡ്. സ്റ്റാർ എൻഡിലും സ്റ്റാർ. ഓ, അത് ബോൾഡായി വന്നു. ഓക്കെ, നൗ ഇനി ഒരു ഫയലിന്റെ അകത്തുള്ള കണ്ടന്റ് നമുക്ക് എങ്ങനെ സെർച്ച് ചെയ്യാമെന്നുള്ളത്, അതിന് യൂസ് ചെയ്യുന്നത് ഗ്രപ്പ് എന്ന് പറയുന്ന കമാൻഡ്. ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗ്രപ്പ് എനിക്ക് കണ്ടന്റ് അറിയില്ല, അതുകൊണ്ട് ഞാനൊന്ന് നോക്കാം. ഫ്ലാഷ് ടെമ്പ് ടെസ്റ്റിൻ്റെ അകത്ത് ഈ കുറച്ച് ഫയൽസ് ഉണ്ട്, ലാബ് ഉണ്ട്, ന്യൂ ഫയൽ ഉണ്ട്. അപ്പം എനിക്കറിയാം ഗ്രപ്പ് ന്യൂ എന്ന് പറയുന്ന എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. ഫ്ലാഷ് ടെമ്പിൻ്റെ അകത്ത് ടെസ്റ്റ് എന്ന് പറയുന്ന ഫയലിൻ്റെ അകത്ത് ന്യൂ ഫയലിൻ്റെ അകത്ത് ഞാൻ സെർച്ച് ചെയ്യുകയാണ്. ന്യൂ എന്ന് പറയുന്ന സ്ട്രിങ് എവിടെയെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഞാനിത് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുകയാണെങ്കിൽ എഗെയിൻ പ്രിന്റ് ചെയ്യാൻ പോകുന്നില്ല, കാരണം ഇറ്റ്സ് കേസ് സെൻസിറ്റീവ്. സോ ഇൻസെൻസിറ്റീവ് ആക്കാനായിട്ട് -i എഗെയിൻ. മിക്കവാറും ലിനക്സിലുള്ള എല്ലാ കമാൻഡ്സിലും കേസ് ഇൻസെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ -i എന്ന സ്വിച്ചാണ് യൂസ് ചെയ്യാറുള്ളത്. ഞങ്ങൾ കൊടുക്കുമ്പോൾ അത് പ്രിന്റ് ചെയ്യും. ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ എന്ന് നോക്കാതെ റെസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് അത് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനി എനിക്ക് ഈ ന്യൂ ഫയലിൻ്റെ അകത്താന്ന് അറിയില്ല, പക്ഷെ എനിക്കറിയാം ടെമ്പിൻ്റെ അകത്ത് ഏതോ ഒരു ഫയലിൻ്റെ അകത്താണ്. അതിന് കൊടുക്കുന്ന സ്വിച്ചാണ് -r റിക്കേഴ്സീവ് എന്ന് പറയും. അതായത് ഒരു ഫോൾഡറിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് എത്ര ലെയർ ഉണ്ടോ അതിൻ്റെ അകത്തുള്ള എല്ലാ ഫയലിലും സെർച്ച് ചെയ്ത് ന്യൂ എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കേസ് ഇൻസെൻസിറ്റീവ് ആയിട്ട് പ്രിന്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ കണ്ടോ, ഔട്ട്പുട്ട് കിട്ടിയപ്പോൾ പറയും ഈ ഫയലിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ആഡ് എന്ന് പറയുന്ന കണ്ടന്റ് ഈ ഫയലിൽ മാത്രമല്ലേ, DSA എന്ന് പറയുന്ന ഫയല് രണ്ട് ഫയലിൻ്റെ അകത്തുണ്ട്. കണ്ടോ, അപ്പോൾ ഈ കേസിൽ DSA എന്ന് പറയുന്ന ആ സ്ട്രിങ് രണ്ട് ഫയലിൻ്റെ അകത്തുണ്ട്. ഒരു ഫയലിൻ്റെ അകത്ത് 2 വട്ടം ഒക്കർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതും പ്രിന്റ് ചെയ്തു. ഓക്കെ, ഐ ഹോപ്പ് യു ഗൈസ് ആർ ഫോളോയിങ്. സോ grep എന്ന് പറയുന്ന കമാൻഡ് നമുക്ക് സെർച്ച് ചെയ്യേണ്ട സ്ട്രിങ് ആൻഡ് ലൊക്കേഷൻ ആൻഡ് -i r ആൻഡ് ലൊക്കേഷൻ. ഓക്കെ, ഇതാണ് ഒരു സ്ട്രിങ് അല്ലെങ്കിൽ കണ്ടന്റ് നമുക്ക് ഏതെങ്കിലും ഫയലിൻ്റെ അകത്തുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. സേ ഫോർ എക്സാമ്പിൾ ഒരു ലിനക്സ് മെഷീൻ ഒരുപാട് ഫയൽസ് ഉണ്ട് അതിൻ്റെ അകത്ത്.
അപ്പോൾ അതിൻ്റെ അകത്ത് എവിടെയാണ് ഈ കണ്ടന്റ് കിടക്കുന്നത് എന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. എല്ലാ ഫയലിലും പോയി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റില്ല ഉള്ള ഒരു കമാൻഡാണിത്. വിൻഡോസിൽ ഫയൽസ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ള പോലെ തന്നെ. ഓക്കെ, ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റിൽ യെസ് ഓർ നോ ടൈപ്പ് ചെയ്താൽ ഗ്രേറ്റ്. ഐ സി സോ മെനി യെസ്. ബോറടിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നൗ ഫയൽ നാവിഗേഷൻ ഓൾമോസ്റ്റ് ഡൺ. ഇതും ഒരു ഫയൽ സിസ്റ്റം റിലേറ്റഡ് കമാൻഡ്സ് ആണ്. df-h ഒരു ലിനക്സ് അഡ്മിൻ ആവുമ്പോൾ മിക്കവാറും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഫയൽ സിസ്റ്റം ഫുൾ. നമ്മുടെ ഫോണിലൊക്കെ സ്റ്റോറേജ് ഫുൾ ആവുന്ന പോലെയുള്ള ഒരു കണ്ടീഷനാണ്, ഒരു സിറ്റുവേഷൻ ആണത്. ഫയൽ സിസ്റ്റം ഫുൾ. df-h എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. അതാണ് ലിനക്സിൽ ഫയൽ സിസ്റ്റം ചെക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇവിടെ df-h എന്ന് പറയുമ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്ത് തരം ഫയൽ സിസ്റ്റം ആണ്, എന്താണത്, അതിൻ്റെ ഒറിജിനൽ ഫുൾ സൈസ് എത്രയാണ്, ടോട്ടൽ സൈസ്, അതിൽ എത്ര യൂസ്ഡ് ആണ്, അതിൽ എത്ര അവൈലബിൾ ആണ്, എത്രയാണ് പെർസെൻറ്റേജ് ഓഫ് യൂട്ടിലൈസേഷൻ, അത് എവിടെയാണ് മൗണ്ട് ചെയ്തേക്കുന്നത്, അതായത് ഏത് ഫോൾഡറിലാണ് കിടക്കുന്നതെന്ന്. ഇവിടുത്തെ കേസിൽ ഒരു ഡിസ്ക് ആയിരിക്കണം ഈ സെർവറിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഡിസ്ക് 1.5 TB ഡിസ്ക് ആണ് ഡെവ് എന്ന് പറഞ്ഞ് ഡിവൈസ് ആയിട്ടാണ് കാണുന്നത്. ഡെവ് എന്ന് പറഞ്ഞാൽ ഡിവൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ലിനക്സിൽ. ഇതെല്ലാം ടെമ്പററി ഫയൽ സിസ്റ്റംസ് ആണ്. ഇപ്പോൾ തൽക്കാലം ഇഗ്നോർ ചെയ്ത് ഇച്ചിരി അഡ്വാൻസ് ലെവലിലുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം ഇതിനൊക്കെ. അപ്പോൾ നമുക്ക് ഇത് ഡെവ് എന്ന് പറയുന്ന ഇതിനെ മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇപ്പോൾ ഡെവ് എന്ന് പറയുന്ന ഡിവൈസ്, ഒരു ഡിവൈസ്, ആ ഡിവൈസിന്റെ ഒറിജിനൽ സൈസസ് 20 GB. അതിൻ്റെ അകത്ത് 16 GB യൂസ്ഡ് ആണ്. ആകെ 4 GB മാത്രമേ ഫ്രീ ഉള്ളൂ. 80% യൂട്ടിലൈസേഷൻ ആണ്. മൗണ്ട് ചെയ്തേക്കുന്ന ലൊക്കേഷൻ ഇതാണ്. ഇതും ഒരു ഫോൾട്ട് ഫയൽ സിസ്റ്റം ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഇതാണ് ആക്ച്വൽ ഫയൽ സിസ്റ്റം. ലിബ് മോഡ്യൂൾസ് എന്ന് പറയുന്ന സ്ഥലത്ത് അതാ ഫ്ലാഷും ഉണ്ട്. ഫ്ലാഷ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാഷ് ഡയറക്ടറി. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ സൈസസ് 1.5 TB, 141 GB ഈസ് യൂസ്ഡ്, 1.3 TB ഈസ് അവൈലബിൾ. 11% ആണ് ഇതിൻ്റെ യൂട്ടിലൈസേഷൻ. ഇപ്പോൾ ഫയൽ സിസ്റ്റം ഫുൾ ആവുന്ന കേസ്, സേ ഫോർ എക്സാമ്പിൾ ഇത് 80%, ഇപ്പോൾ 100% ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫോൾഡറിൻ്റെ അകത്ത് പോകണം. എന്നിട്ട് എങ്ങനെ അത് ക്ലീൻ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. CD ആദ്യം ആ ഫോൾഡർ ഫ്ലാഷ് ലിബ് മോഡ്യൂൾസ് എന്ന് പറയുന്ന ഫോൾഡറിൽ നമ്മൾ പോയി. ഇപ്പം നമ്മൾ കാണുകയാണ് ഫോർ എക്സാമ്പിൾ ലിബ് മോഡ്യൂൾസ് 100% യൂട്ടിലൈസ്ഡ് ആണ്. അപ്പോൾ ആ ഫോൾഡറിൻ്റെ അകത്തോട്ട് പോകണം. എന്നിട്ട് du-sch സ്റ്റാർ നോട്ട് എ ഡയറക്ടറി. അപ്പോൾ ഇതൊരു ഡയറക്ടറി അല്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് സ്ലാഷിൻ്റെ അകത്തുനിന്ന് തന്നെ തുടങ്ങാം. du-sch സി ഞാനിത് കമാൻഡ്സ് ടൈപ്പ് ചെയ്യാം. df-h ഇതാണ് ഫയൽ സിസ്റ്റം. നമ്മുടെ വിൻഡോസ് സിസ്റ്റത്തിൻ്റെ അകത്ത് C ഡ്രൈവിൻ്റെ അകത്ത് ഇത്ര യൂസേജ്, D ഡ്രൈവിൻ്റെ അകത്ത് ഇത്ര യൂസേജ് എന്ന് പറഞ്ഞ് കാണുന്നില്ലേ, ദിസ് PC-ൻ്റെ അകത്ത് പോയാലാണ് കാണാം. അതിന് പകരം ലിനക്സിലുള്ളതാണ് df-h എന്ന് പറയുന്ന കമാൻഡ്. ഫയൽ സിസ്റ്റം യൂസേജ് ചെക്ക് കമാൻഡാണിത്. ഇനി du-sch സ്റ്റാർ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ ഫോൾഡറിൻ്റെ അകത്ത് ചെല്ലുക, അല്ലെങ്കിൽ ആ ഫോൾഡറിൻ്റെ ലൊക്കേഷൻ കൊടുക്കുക. ഫ്ലാഷ് എന്ന് പറയുന്നത് ചെക്ക് ഡീറ്റെയിൽഡ് ഫയൽ സ്റ്റോറേജ് യൂസേജ്, ഫയൽ സ്റ്റോറേജ് യൂസേജ് ഉള്ള കമാൻഡാണ് ഇത്. ഓക്കെ, സോ ബോബ് എന്ന് പറയുന്ന യൂസറിന് മിക്കവാറും ഒന്നിലോട്ടും പെർമിഷൻ ഇല്ല. സോ ഇഫ് യു സി നമുക്ക് ആക്സസ് ഉള്ളൊരു ഫോൾഡർ ഉണ്ട്. അവിടെ ചെന്നിട്ട് നമുക്ക് du-sch സ്റ്റാർ കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഈ ഫോൾഡറിൻ്റെ അകത്തുള്ള ഓരോ ഫയലിൻ്റെയും യൂസേജ് പ്രിന്റ് ചെയ്യും. du-sch ആണ്. ഇപ്പോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്, അതിൻ്റെ യൂസേജ് 4K ആണ്. വേറൊരു ടെസ്റ്റ് ഫോൾഡർ അതിന് 12K. ടോട്ടൽ ആയിട്ടുള്ള സൈസ് 16K. നിങ്ങളുടെ ഫയൽ സിസ്റ്റം യൂസേജ് ഹൈ എന്നുള്ളൊരു കേസിൽ യൂസേജ് ഭയങ്കര ഹൈ ആയിട്ട് ഇവിടെ ടോട്ടൽ യൂസേജ് കാണിക്കും. ഓരോ ഫോൾഡറിൻ്റെ അകത്തുള്ള യൂസേജും കാണിക്കും. അപ്പോൾ നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോൾഡറിൻ്റെ അകത്ത് ലോഗിൻ ചെയ്ത് അതായത് CD ചെയ്ത്
ടു ദാറ്റ് ഫോൾഡർ. എന്നിട്ട് അതിൻ്റെ അകത്ത് വേണ്ടാത്തതുണ്ടെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് സംതിങ് സ്റ്റാർ അടിച്ച് കഴിഞ്ഞാൽ എല്ലാം പോവും. ഞാൻ പറയുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള ഫയൽസ് ഡിലീറ്റ് ചെയ്യുക. ഇതൊരു കോമൺ ആയിട്ടുള്ള ലിനക്സ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ഒരു ഇഷ്യൂ, സിനാരിയോ, അല്ലെങ്കിൽ കേസ്, ഓപ്പറേഷണൽ വർക്ക് എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യമാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 2 types ഓഫ് കമാൻഡ്സ് ഇന്റർവ്യൂസിനൊക്കെ ആസ്ക് ചെയ്യുന്ന തരം കമാൻഡാണ് df-h ഉം du-sch ഉം. ഓക്കെ, ഈ du-sch അകത്ത് -s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസേജ് ഷോ ചെയ്യാനുള്ളത്, C എന്ന് പറഞ്ഞാൽ കൗണ്ട് ടോട്ടൽ, അതുകൊണ്ടാണ് ഈ ടോട്ടൽ ഇവിടെ കാണിക്കുന്നത്. H എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റീഡബിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ H കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ /temp എന്ത് സംഭവിക്കും നോക്കാം. du-sc സ്റ്റാർ എന്ന് കൊടുത്താൽ കണ്ടോ 16 എന്ന് മാത്രമാണ്. എന്താ വാല്യൂ ഡിനോട്ട് ചെയ്യുന്നതെന്ന് ഉദ്ദേശിച്ചെന്ന് പറയുന്നില്ല. ഞാൻ H കൊടുക്കുമ്പോൾ ആ ഒരു വിസിബിൾ ഡിഫറൻസ് നമുക്ക് കാണാം. ഇത് KB ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. KB-യിലുള്ള സൈസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ C കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. കണ്ടോ ഇവിടെ ടോട്ടൽ കാണിച്ചിട്ടുണ്ട്, ഇവിടെ ടോട്ടൽ കാണിച്ചില്ല, തേർഡ് ലൈൻ ഇല്ല. അതാണ് കൗണ്ട്, ടോട്ടൽ കൗണ്ട് കാണിക്കാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫോളോഡ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമാൻഡ് എന്താണ്, മാൻ പേജ് എടുക്കുക അല്ലെങ്കിൽ ഹെൽപ്പ് എടുക്കുക, എന്നിട്ട് ഈ ഓരോ സ്വിച്ചും എന്താണ്. ഇപ്പൊ കണ്ടോ df-h അകത്ത് പറയുന്ന ഹ്യൂമൻ റീഡബിൾ എന്നുള്ളതാണ്. ഞാൻ df-m എന്ന് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, df മാത്രം കൊടുത്തു. കണ്ടോ ബൈറ്റ്സിലാണ് പ്രിന്റ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ സ്ഥാനത്ത് df-h എന്ന് പറയുമ്പോൾ കണ്ടോ TB-യിലാണ് ആ സൈസ് ഡിനോട്ട് ചെയ്യുന്നത്. അത് നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് H എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ കമാൻഡ്സിലും H എന്ന് പറയുന്ന സ്വിച്ച് ഹ്യൂമൻ റീഡബിൾ അല്ലെങ്കിൽ ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. I എന്ന് പറയുമ്പോൾ കേസ് ഇൻസെൻസിറ്റീവിന് വേണ്ടിയിട്ടായിരിക്കും. R റിക്കേഴ്സീവിന് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, എല്ലാവരും ടൈപ്പ് ചെയ്ത് നോക്കിയോ? du-sch df-h. റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആണോ? താങ്ക് യു അഭിജിത്ത്. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്? ഭയങ്കര ബോംബാർഡഡ് വിത്ത് ഇൻഫർമേഷൻ അങ്ങനെയാണോ ഒരവസ്ഥ? സോ ഇനി നമ്മൾ ഒരു ഫോണിന്റെ അകത്ത് നമ്മൾ കോൺഫിഗറേഷൻസ് ചെക്ക് ചെയ്യല്ലേ, CPU, മെമ്മറി, ഡിസ്ക് എല്ലാം. ഇത് ഡിസ്കിനുള്ളതായിരുന്നു. ഇനി CPU, മെമ്മറി ഫ്രീ -h ഹ്യൂമൻ റീഡബിൾ തന്നെയാണ്. ഇതാണ് മെമ്മറി ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ. 62 GB മെമ്മറിയാണ് ഈ മെഷീനുള്ളത്. കണ്ടോ അതിൽ എത്ര ഫ്രീ ആയിട്ടുണ്ട്? 2.3 GB, യൂസേജ് 11 GB. ഒരു ബേസിക് കമാൻഡാണ്. എത്ര GB ആണ് മെമ്മറി ഈ മെഷീനിന് അസൈൻ ചെയ്തിട്ടുള്ളത് എന്നറിയാൻ. യെസ്, റാം, കറക്റ്റ്. LSCPU എന്ന് പറഞ്ഞ കമാൻഡിന്റെ അകത്താണ് നമുക്ക് CPU-ന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ പൈപ്പ് ഗ്രപ്പ് എത്ര CPU ഉണ്ട്, ഗ്രപ്പ് എന്ന് പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കറിയാം ഈ CPU എന്ന് പറഞ്ഞ സ്ട്രിങ്ങിന്റെ അകത്താണ് എത്ര CPU ഉണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റുക എന്നുള്ളത്. LSCPU പൈപ്പ് ഗ്രപ്പ് CPU എന്ന് പറഞ്ഞാൽ ഈ CPU-ന്റെ കൗണ്ട് കിട്ടും. 16 CPU ആണ് ഈ മെഷീനിന് അസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ LSCPU-ന്റെ അകത്ത് നമുക്ക് എന്ത് തരം CPU ഫാമിലി, എത്ര കാഷിംഗ് ഉണ്ട്, അങ്ങനെ എന്തൊക്കെ തരം ഫ്ലാഗ്സ്, ഇതെല്ലാം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹാർഡ്വെയർ ലെവലിലും കൂടെയുള്ള ഇൻഫർമേഷൻ ആണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ആസ് എ ബേസിക് ലിനക്സ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ ഈ VM-ന്റെ അകത്ത് എത്ര CPU, എത്ര മെമ്മറി, എത്ര ഡിസ്ക് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ബേസിക് കമാൻഡ്സ് ആണ്. free-h നോക്കുന്നു, മെമ്മറി റാം 62 GB ഉണ്ടെന്ന് പറയുന്നു, LSCPU ചെയ്യുന്നു, 16 CPU ഉള്ള മെഷീൻ എന്ന് പറയുന്നു, df-h ചെയ്യുന്നു, 1.5 TB ഉള്ള അല്ലെങ്കിൽ LSBLK ലിസ്റ്റ് ഓൾ ദ ബ്ലോക്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ടോ FDA എന്ന് പറയുന്ന ഒരു ഡിസ്കാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതിൻ്റെ സൈസ് 20 GB ആണ്. വേറൊരു ഡിസ്ക് ഉണ്ട് 375 GB ഉള്ള
NVMe ഒരു ഡിസ്ക്, വേറെ ഡിസ്ക്, 4 ഡിസ്ക് വേറെയുണ്ട്. ഇത്രയധികം ഡിസ്കുകളുള്ള ഒരു സെർവറാണ്. അപ്പോൾ മൊത്തത്തിൽ 20 + 375 + 375 ഇത്രയും ഡിസ്കുകൾ സ്റ്റോറേജ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു മെഷീനാണ് ഈ മെഷീൻ എന്ന് പറയാം. ഓക്കെ, ഞാൻ ഈ കമാൻഡ്സ് എല്ലാം ടൈപ്പ് ചെയ്യാം. -h എന്ന് പറയുന്ന കമാൻഡ് ഉണ്ടെങ്കിൽ റാം ഓർ മെമ്മറി ചെക്ക് ചെയ്യാം. ls cpu type grep cpu എന്ന് ടൈപ്പ് ചെയ്താൽ CPU info of a machine, ls blk gives disk size of the machine. Okay, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ കമാൻഡ്സ് എല്ലാം. -h ls cpu df-h ls blk. And once you are ready, let me know. Okay. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് LSCPU എന്ന് പറഞ്ഞ കമാൻഡിന്റെ അകത്ത് ഉള്ള ഓരോ ലൈൻ ഐറ്റംസും നോക്കുക. ഔട്ട്പുട്ട് എന്താ പ്രിന്റ് ചെയ്തേക്കുന്നതെന്ന് വായിച്ചു നോക്കുക. Cool. ഇനി നമുക്കുള്ളത് ടോപ്പ് കമാൻഡ്, പ്രൈം കമാൻഡ്, അങ്ങനത്തെ കമാൻഡ്സ് ആണ്. ഈ സിസ്റ്റമിന്റെ ലോഡ് എന്താണ് ഇതിന്റെ റിസോഴ്സ്, ടാസ്ക് മാനേജർ പോലെ വിൻഡോസിൽ ആണ് ടോപ്പ് കമാൻഡ്. ടോപ്പ് എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് അത് ഡീറ്റെയിൽസ് കിട്ടും. Load and process in server. Okay, കണ്ടോ, ഇതിൻ്റെ അകത്ത് ഡേറ്റ് കാണിക്കുന്നുണ്ട്, എത്ര യൂസേഴ്സ് ലോഗ്ഡ് ഇൻ ആണെന്നുള്ളത്, അതിൻ്റെ ലോഡ് ആവറേജ്, നമ്പർ ഓഫ് ടാസ്ക്സ് റണ്ണിങ്, എത്ര സ്ലീപ്പിംഗ് ടാസ്ക് ഉണ്ട്, എത്ര ഫ്രീസ് ആയിട്ടുള്ള ടാസ്ക് ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ഓഫ് CPU യൂട്ടിലൈസേഷൻ ഉണ്ട്, എത്ര മെമ്മറി യൂട്ടിലൈസേഷൻ ഫ്രീ, ഏതൊക്കെ പ്രോസസ്സ് റൺ ചെയ്യുന്നുണ്ട്. PID എന്ന് പറയുന്നത് പ്രോസസ് ID ആണ്, അത് ഏത് യൂസറിൻ്റെ അടിയിലാണ് റൺ ചെയ്യുന്നത്, എത്ര മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്, എത്ര പെർസെൻറ്റേജ് ഓഫ് CPU മെമ്മറി, എന്ത് കമാൻഡാണ് അല്ലെങ്കിൽ എന്ത് പ്രോസസ്സാണ് റൺ ചെയ്യുന്നത്, അതാണ് ഈ ലാസ്റ്റ് കോളം. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ഡീറ്റെയിൽസ് ഒത്തിരി കൺഫ്യൂസിങ് ആയിരിക്കും. ഒരു ഇച്ചിരി കൂടെ അഡ്വാൻസ് ഉള്ള ഒരു ബേസിക് ലെവലിനുള്ളതല്ല, ഇച്ചിരി കൂടെ അഡ്വാൻസ് ലെവലിൽ ഇങ്ങനെ പ്രോസസ്സിൻ്റെ യൂട്ടിലൈസേഷൻ ഒക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിരിക്കും. മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡേറ്റ്, മെമ്മറി, CPU യൂസേജ് എല്ലാം കാണാൻ പറ്റും എന്നുള്ളതാണ്. എന്തൊക്കെ കമാൻഡ്സ് ആണ് റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ സർവീസ് ആണ് റൺ ചെയ്യുന്നത് എന്നുള്ള ഈ സൈഡിൽ കാണാൻ പറ്റും. അത് അണ്ടർ എന്ത് യൂസർ ആണെന്നാണ്. ഈ പെർസെൻറ്റേജ് ഓഫ് CPU മെമ്മറി വെച്ച് ഇത്ര പെർസെൻറ്റേജ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതൊന്ന് മനസ്സിലാവും. ഒരു സ്ലോനെസ് ഇഷ്യൂ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഇപ്പോഴും റൺ ചെയ്യുന്ന ഒരു കമാൻഡ് തന്നെയാണ് ടോപ്പ് എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് PS-EF എന്ന് പറയുന്ന കമാൻഡ്. അതിൻ്റെ അകത്ത് ആ കറണ്ട് സെക്കൻഡിൽ ഞാൻ ആ എൻ്റർ അടിക്കുമ്പോൾ റൺ ചെയ്യുന്ന എല്ലാ പ്രോസസ്സുകളും ലിസ്റ്റ് ചെയ്യും. അതാണ് PS-EF. ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു മൊമെന്റിൽ ഇത്രയധികം പ്രോസസ്സ് റൺ ചെയ്യുന്നുണ്ട്. അത് ഇൻക്ലൂഡിങ് സിസ്റ്റത്തിന്റെ പ്രോസസ്സ്, ഇപ്പോൾ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ആപ്ലിക്കേഷൻ എല്ലാം ഇതിൻ്റെ അകത്ത് നമുക്ക് കാണിക്കും. ഓക്കെ, ഇത് മറ്റൊരു കമാൻഡാണ്. ടോപ്പ് ആവുമ്പോൾ ഒരു ലൈവ് ഇൻഫർമേഷൻ കാണിക്കും. ഇത് ആണെങ്കിൽ ആ ഒരു സെക്കൻഡിൽ ഞാൻ എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി വരുന്നത്
ഈ ഒരു യൂസർ ആഡ്, യൂസർ മോഡ് ഇതും കൂടെ ഉള്ളൂ, ഗ്രൂപ്പ് ആഡ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ബോബ് എന്ന് പറയുന്ന യൂസറിനുള്ള പ്രിവിലേജ് ഉണ്ടെന്ന്. ഞാനപ്പോൾ ഈ ലാബ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വേറെ ലാബ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. യെസ്. അപ്പോൾ വേറൊരു ലാബും കൂടി ഉണ്ട്, അക്കൗണ്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാബ്. ആ ലാബ് ആക്സസ് ചെയ്ത് ഇപ്പോൾ ഈ പേജിൽ തന്നെ കോട്ട് ക്ലൗഡിൻ്റെ ഈ പേജിൽ തന്നെ പോയി കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാം. ഈ പേജിൽ പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് മാനേജ്മെന്റ് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ലാബ് പ്രൊവിഷൻ ചെയ്യും. ഈ പ്രൊവിഷൻ ചെയ്ത ലാബിൻ്റെ അകത്ത് റൂട്ടായിട്ട് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് എല്ലാവരും ഈ ലാബ് പ്രൊവിഷൻ ചെയ്യും. This thing. ഓക്കെ, ഈ ലാബിൻ്റെ അകത്ത് റൂട്ടായിട്ട് സ്വിച്ച് ചെയ്താൽ നമുക്ക് ഒന്നും കൂടെ പ്രിവിലേജസ് ഉള്ള യൂസർ ആയതുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എല്ലാവരും ലോഗിൻ ചെയ്താൽ എന്നോടൊന്ന് പറയണേ ചാറ്റിൽ. ലാബ് പ്രൊവിഷൻ ചെയ്യുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ യൂസർ ആഡിനുള്ള ഓപ്ഷൻ ഉണ്ടാവും WSL എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഗ്രേറ്റ്. വേറെ ആരെങ്കിലും പ്രൊവിഷൻ ചെയ്യുന്നുണ്ടോ? പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒത്തിരി നേരമായി സെഷൻ. സോ ഇപ്പോൾ ബോബ് എന്ന് പറഞ്ഞ യൂസറുണ്ട്. ഞാനൊരു യൂസറിനെ ആഡ് ചെയ്യുകയാണ്. യൂസർ ആഡ് DevOps എന്ന് കണ്ടോ. യൂസർ ആഡ് എന്ന് പറയുന്ന കമാൻഡാണ് അതിന് യൂസ് ചെയ്യുക. ID DevOps നോക്കുമ്പോൾ DevOps എന്ന് പറഞ്ഞ ഗ്രൂപ്പും IDയും ക്രിയേറ്റ് ചെയ്ത് യൂസറെ ഞാൻ ആഡ് ചെയ്തു. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. യൂസർ ആഡ് നെയിം. ഓക്കെ, ഇതാണ് അതിനുള്ള കമാൻഡ്. ഈ ഗ്രൂപ്പ് ആഡ് എന്ന് പറയുന്നതാണ് ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്യാനുള്ളത്. മലയാളം. അപ്പോൾ ID മലയാളം ചെയ്യാൻ പറ്റില്ല. /etc ഗ്രൂപ്പ് മലയാളം. യെസ്, അങ്ങനെ ഒരു ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തു ഞാൻ. ഇപ്പോൾ ഈ 2 കമാൻഡ്സ് ഒന്ന് ടൈപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു യൂസറെ ക്രിയേറ്റ് ചെയ്യും. ആഡ് നെയിം. ഓക്കെ, വൺസ് അത് ചെയ്താൽ നമുക്ക് ഈ യൂസറിനെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അതിനുള്ള കമാൻഡാണ് യൂസർ മോഡ്. യൂസറെ മോഡിഫൈ ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യുക, -a എന്ന് പറയുന്ന സ്വിച്ച് ആഡ് എന്നിട്ട് ക്യാപിറ്റൽ G സെക്കൻഡ് ഗ്രൂപ്പിനുള്ളതാണ് ക്യാപിറ്റൽ G. ഗ്രൂപ്പ് ആഡ് ചെയ്യണം. എന്ത് ഗ്രൂപ്പിന്റെ പേര്? മലയാളം എന്ന് പറയുന്ന ഗ്രൂപ്പ്. ആർക്ക് ആഡ് ചെയ്ത്? DevOps എന്ന് പറയുന്ന യൂസർ. കണ്ടോ, ഇനി ഞാൻ ID ഓഫ് DevOps നോക്കുമ്പോൾ മലയാളം എന്ന് പറയുന്ന ഗ്രൂപ്പ് കൂടെ കാണും. കണ്ടോ, ഇനിയാണ് ഒരു യൂസറെ മോഡിഫൈ ചെയ്യാം. ഫസ്റ്റ് 1002 ഡിഫാൾട്ട് ഗ്രൂപ്പ് ആണോ? അതായത് നമ്മൾ ഈ യൂസറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് അതിൻ്റെ ഒരു ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ലിനക്സ് വിൽ ട്രൈ ടു അസൈൻ ദ സെയിം ID ടു ദ ഗ്രൂപ്പ് ഓൾസോ.
അതുകൊണ്ടാണ് 1002 തന്നെ കാണുന്നത്. ഓക്കെ. ഓക്കെ, ഇനി എനിക്ക് ഈ യൂസറെ മോഡിഫൈ ചെയ്തു, ആഡ് ചെയ്തു ഗ്രൂപ്പിലേക്ക്. ഇനി എനിക്ക് യൂസറെ ഡിലീറ്റ് ചെയ്യണം. യൂസർ ഡിലീറ്റ് എന്നാണ് കമാൻഡിന്റെ പേര്. DevOps എന്ന് പറയുന്ന യൂസറെ ഞാൻ ഡിലീറ്റ് ചെയ്യും. ഇനി ഞാൻ ID നോക്കാം. ID അങ്ങനെ യൂസറില്ല. അപ്പോൾ DevOps എന്ന് പറയുന്ന ഗ്രൂപ്പും പോയിണ്ടാവണം ഐഡിയലി, കാരണം ഞാൻ ഒന്നിച്ചാണ് അതിനെ ക്രിയേറ്റ് ചെയ്തത്. ലെറ്റ്സ് സീ DevOps. DevOps എന്ന് പറയുന്ന യൂസർ ഉണ്ടായിരുന്നിരിക്കണം, അത് പോയി. ഇനി മലയാളം എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്, കാരണം ഞാൻ അതിനെ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഗ്രൂപ്പ് ഡിലീറ്റ് കൊടുത്താൽ അത് പോകും. ആ ഗ്രൂപ്പും പോയി. സോ ഒരു യൂസറെ മോഡിഫൈ ചെയ്യാനുള്ളതാണ് യൂസർ മോഡ്. യൂസർ മോഡ് എന്ന് പറഞ്ഞാൽ ടു മോഡിഫൈ ആ യൂസർ. യൂസർ ഡിലീറ്റ് നെയിം ഗ്രൂപ്പ് ഡിലീറ്റ് നെയിം. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്? ലാബ് എൻ്റെ സൈഡിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാം എന്നാണ്. സോറി, ഒരു കമാൻഡ് കൂടി ഉണ്ട്, പാസ്വേഡ്. സോ നൗ യൂസറെ മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്തോളൂ. നമ്മൾ പാസ്വേഡ് എന്ന് പറയുന്ന ഒരു കമാൻഡ് കൂടി ഉണ്ട്. ഒരു യൂസറിന് എങ്ങനെയാണ് പാസ്വേഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫയൽ ഷെയർ ചെയ്യോ? ഏ ഫയലാ? PPT ആണോ? PPT കീ ടേക്ക് അവേസിന്റെ കൂടെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ സജാദെ? ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ PPT ഷെയർ ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഷെയർ ചെയ്യും തന്നെയാണ്, ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്യുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെക്ക് ചെയ്തിട്ട് പറയാം എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഷെയർ ചെയ്യുന്നതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, സോ പാസ്വേഡ് DevOps എന്ന് പറഞ്ഞാൽ ഈ യൂസറിനുള്ള പാസ്വേഡ് ചോദിക്കും. അയ്യോ, ഒന്നും ടൈപ്പ് ചെയ്തില്ല. എൻ്റർ ന്യൂ Ctrl+C. പാസ്വേഡ് DevOps എന്ന് പറയുമ്പോൾ എൻ്റർ ന്യൂ യുണിക്സ് പാസ്വേഡ്. അപ്പം ഞാനൊരു പാസ്വേഡ് അങ്ങ് കൊടുക്കും. 1 2 3 ആണ് ഇപ്പം ഞാൻ കൊടുത്തത്. റീടൈപ്പ് ദ പാസ്വേഡ്. ടെസ്റ്റ് 1 2 3 തന്നെ കൊടുത്തു. പാസ്വേഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. സോ നൗ എനിക്ക് യൂസറായിട്ട് സ്വിച്ച് ചെയ്യണം. SSH DevOps at localhost. Yes, test 1 2 3. Hello, test 1 2 3 ആയിട്ട് who am I കണ്ടോ, ലോഗിൻ ചെയ്തു ഞാൻ. സോറി, അപ്പൊ അഡ്മിൻ ആണ് പാസ്വേഡ് സെറ്റ് ചെയ്തത് അല്ലേ? അഡ്മിൻ ആണ്. കറക്റ്റ്, യെസ്. അഡ്മിൻ ആണ് പാസ്വേഡ്. ഒരു അഡ്മിൻ പ്രിവിലേജ് ഉള്ള ആൾക്ക് മാത്രമേ യൂസറെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൾക്ക് മാത്രമേ പാസ്വേഡ് സെറ്റ് ചെയ്യാനും പറ്റുള്ളൂ. വൺസ് പാസ്വേഡ് സെറ്റ് ചെയ്ത് ഈ യൂസറിന് പ്രിവിലേജസ് കൊടുത്താൽ ഈ യൂസറിനും റൂട്ടായിട്ട് സ്വിച്ച് ചെയ്താൽ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. യെസ്, പാസ്വേഡ് ചേഞ്ച് ചെയ്യാനും പറ്റില്ല ഈ യൂസറിന് പറ്റും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ലാബിന് എൻ്റെ സൈഡിൽ നിന്ന് അത്രയേ ഉള്ളൂ. പാസ്വേഡ് യൂസർ ഫീഡ്ബാക്ക് ഫോം സജാദ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഫീഡ്ബാക്ക് തന്നാൽ നല്ലതാണ്. ഇറ്റ് വിൽ ഹെൽപ്പ് us ഇംപ്രൂവ് മോർ. ഇങ്ങനത്തെ വേറെ സെഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും മനസ്സിലാക്കാനായിട്ട്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആക്ച്വലി ഞാൻ സെഷൻ ആയതുകൊണ്ട് ഇന്റർഫിയർ ചെയ്യാതിരുന്നതാണ്. It will be better if you can just provide some feedbacks. Moving forward, നമ്മൾ ഹെൽപ്പ് ചെയ്യും. Especially this is the one of the actually the very first workshop that we have. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ബെറ്റർ ചെയ്യാനാണല്ലോ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. സോ ഒരു നല്ല സെഷനായിട്ട്
കണക്കാക്കാനും അതിൻ്റെ ഓണസ്റ്റ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്താൽ that will be better. Sorry, Hima. So, any questions? ഒരു ക്വസ്റ്റ്യൻ ഇവിടെ Mm. അതായത് നമ്മള് യൂസർ ഡിലീറ്റ് ചെയ്യുമ്പില്ലേ Mm. യൂസർ കമാൻഡ് വെച്ചിട്ട് അപ്പൊ യൂസറുടെ ഹോം ഡാറ്റ ഡിലീറ്റ് ആകത്തില്ലല്ലോ, യൂസർ മാത്രമല്ലേ ഡിലീറ്റ് ആകത്തുള്ളൂ? ബൈ ഡിഫോൾട്ട് യൂസറിന്റെ ഹോം ഡയറക്ടറി ഡിലീറ്റ് ആവും. ചിലപ്പോൾ സെർവറിൽ കോൺഫിഗർ ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ യൂസർ ഡിലീറ്റ് -r എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ആ സ്വിച്ച് കൊടുത്താൽ ഹോം ഫോൾഡർ ഡിലീറ്റ് ആവും. അതായത് യൂസറുടെ എല്ലാ ഡാറ്റയും ഡിലീറ്റ് ആവും. അതെ. ഇപ്പൊ ചില സെർവറിൽ യൂസറിന് ഹോം ഫോൾഡറും ക്രിയേറ്റ് ആവില്ല. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷനിൽ യൂസറിന്റെ ഹോം ഫോൾഡർ യൂസർ ആഡിന്റെ കൂടെ -s എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഡൗട്ട് വരികയാണെങ്കിൽ എപ്പോഴും മാൻ പേജ് എടുത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഹെൽപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് നോക്കിയാൽ മതി. യൂസറിന് ഫോൾഡർ ക്രിയേറ്റ് ആയില്ലെങ്കിലോ, അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പ് ID ചേഞ്ച് ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ എൻ്റെ യൂസർ ID ചേഞ്ച് ചെയ്യണമെങ്കിലോ, ഇതെല്ലാം പോസിബിൾ ആണ്. സേ ഫോർ എക്സാമ്പിൾ എനിക്ക് ID 1000 കൊടുത്ത് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് 2000 കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ യൂസർ മോഡ് -u എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് ID മാറ്റാൻ പറ്റും. അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും പോസിബിൾ ആണ്. അതെല്ലാം നമുക്ക് മാൻ പേജിൽ നിന്ന് കണ്ടുപിടിക്കാനും പറ്റും. പിന്നെ ഈ ആഡ് യൂസർ ആഡും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താ? രണ്ടും സെയിം ആവും? ആഡ് യൂസർ അങ്ങനെ ഒരു കമാൻഡ് ഉണ്ട്. അതിലും ലൈക്ക് അതിൽ കുറച്ചുകൂടെ എന്താ ഡീറ്റെയിൽസ് നമുക്ക് മെൻഷൻ ചെയ്യാമോ? ഞാനും ഒന്ന് നോക്കട്ടെ. ഞാൻ ആഡ് യൂസർ എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്തിട്ടില്ല. സെയിം തന്നെയാണ്, ആഡ് സിസ്റ്റം യൂസർ എന്നുള്ളത് തന്നെയാണ്. രണ്ടും ഒരേ പർപ്പസ് തന്നെയാണ് സെർവ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ സ്വിച്ചസ് യൂസർ ആഡിന്റെ അകത്താണ് ഉള്ളത്. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് യൂസർ ആഡ് ആണ് മോസ്റ്റ് പോപ്പുലർലി യൂസ്ഡ് ആയിട്ടുള്ള കമാൻഡ്. ആഡ് യൂസറിന് സെയിം പർപ്പസ് തന്നെ, പക്ഷെ സ്വിച്ചസ് ഒന്നുകൂടെ കുറവാണ്. ഓക്കെ. Any other questions? Maybe unmute ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് you can use chat as well. അതെ, Chat യൂസ് ചെയ്യാം. ഹലോ, പറയൂ. ഇപ്പൊ നമ്മളെ റൂട്ടിൽ നിന്നോണ്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോ ഡീഫോൾട്ട് ആയിട്ട് ഇപ്പൊ 640 ആണ് പെർമിഷൻ എന്നല്ലേ പറഞ്ഞിരുന്നത്? നമ്മുടെ ഓക്കെ. അപ്പൊ സ്യൂഡോ പ്രിവിലേജ് ഉള്ള ഒരു യൂസർക്ക് അപ്പൊ അത് ആ ഫയല് റീഡ് ചെയ്യാൻ പറ്റില്ലേ? സുഡോ പ്രിവിലേജസ് ഉള്ള യൂസർ എന്ന് പറഞ്ഞാൽ റൂട്ടായിട്ട് സ്വിച്ച് ചെയ്യാനുള്ള വായിക്കാൻ പറ്റും. സുഡോ എന്ന് പറഞ്ഞ് റൂട്ടായിട്ട് സ്വിച്ച് ചെയ്ത്, അല്ലെങ്കിൽ സുഡോ എന്ന് കമാൻഡിന്റെ മുന്നിൽ ടൈപ്പ് ചെയ്തിട്ട് യൂസർക്ക് റീഡ് ചെയ്യാൻ പറ്റും. കറക്റ്റ്. ഓക്കെ. അപ്പൊ അത് സെക്യൂരിറ്റി ഇഷ്യൂ അല്ലേ എന്ന് ആണ് ഡൗട്ട്. നമ്മള് ആർക്കാണ് പ്രിവിലേജ് കൊടുക്കുന്നത്? സുഡോ പ്രിവിലേജ് കൊടുത്തത് റൂട്ടായിട്ടല്ലേ? അപ്പൊ ആർക്കാണ് നമ്മൾ സുഡോ പ്രിവിലേജ് കൊടുക്കുന്നത് എന്നുള്ളത് വി ഷുഡ് ബി അവെയർ ഓഫ് ദാറ്റ്. നമ്മൾ അങ്ങനെ ഒരു യൂസറിന് ബൈ ഡിഫോൾട്ട് ഒരു യൂസറിന് റൂട്ട് പ്രിവിലേജ് ഇല്ല. നമ്മൾ ആസ് എ റൂട്ട് യൂസർ ആണ് കൊടുക്കുന്നത്. സോ യു ഷുഡ് നോ ഹൂം യു ആർ ഗിവിംഗ് ദ പ്രിവിലേജസ്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂസറിനെ സെക്യൂർ ചെയ്യാനുള്ള എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സും ആസ് എൻ എന്റർപ്രൈസ്, ആസ് എൻ ഓർഗനൈസേഷൻ നമ്മൾ ടേക്ക് ചെയ്യണം, നമ്മൾ എടുത്തിരിക്കണം. സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ടാവില്ല. മനസ്സിലായി. താങ്ക് യു. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? Seems like queries ഒന്നും വേറെ ഇല്ലാന്ന് തോന്നുന്നു. സജാദ്, ഈ PPT
പറയും. സോറി, പേരെന്തായിരുന്നു? പേരെന്ത് പറഞ്ഞിട്ട് തുടങ്ങി? അതാണ് that would be better. അഭിജിത്ത് അല്ലേ? പറഞ്ഞു. അതെ അതെ. പറഞ്ഞു. ലിനക്സിന്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെക്വൻസിങ് ഉണ്ടാവും. ഈ ബിഗിനർ സീരീസിൽ ഉണ്ടാവില്ല. ബിഗിനർ സീരീസിലെല്ലാം ഇനി ലിനക്സിന്റെ ഒരു സെഷൻ അല്ല ഉള്ളത്, ബാക്കിയുള്ള നെറ്റ്വർക്കിംഗ്, ഡെവോപ്സ് അങ്ങനെയൊക്കെയുള്ളതാണുള്ളത്. പക്ഷേ യൂഷ്വലി നമുക്ക് ഇപ്പം ഞാൻ തന്നെ അണ്ടർ ദ ഹുഡ് ഓഫ് ലിനക്സ് എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ മുന്നെടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ തന്നെ വേറെയും ലിനക്സ് അഡ്വാൻസ് സെഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ ഫീഡ്ബാക്ക് ഫോമിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ബേസ്ഡ് ഓൺ ദ റിക്വസ്റ്റ് ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ആസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ സ്കെഡ്യൂൾ. ഈ കോൺസെപ്റ്റിലേക്ക് നമ്മൾ ഈ ഒരു മിഷനൊക്കെ എന്താ സ്റ്റക്ക് ആയിരിക്കുന്ന കേസിലൊക്കെ എങ്ങനെ നമ്മളത് ഡീബഗ് ചെയ്യുക, അങ്ങനത്തെ കോൺസെപ്റ്റിലൊക്കെ ഫീഡ്ബാക്ക് ഫോമിൽ തരും. അങ്ങനെ ഒരുപാട് റിക്വസ്റ്റ് എന്തായാലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഓപ്പറേഷൻ ടീമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യാം. ആക്ച്വലി നമ്മൾ ശരിക്കും ബിഗിനർ സീരീസിന്റെ ഭാഗമായിട്ട് ഒരു സീരീസ് ഓഫ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നു. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്ഷോപ്സ് അതെല്ലാം ആണ് ആക്ച്വലി ഒരു പാക്കേജ് പോലെയാണ് നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യുന്നത്. സോ അതുകൂടാതെ ഇപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ തന്നെ അതിൽ തന്നെ അഡ്വാൻസ് ടോപ്പിക്സ്, ബിഗിനർ ലെവൽ, ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടോപ്പിക്സിൽ നമ്മൾ ഹിസ്റ്റോറിക് ആയിട്ട് നടത്തിയിരിക്കുന്ന ഡിഫറെൻറ്റ് സെഷൻസും എല്ലാം ഡീറ്റെയിൽസ് ഉണ്ട്. ഐഡിയലി കീ ടേക്ക് അവേ എന്നുള്ള രീതിയിൽ യു ക്യാൻ ഗെറ്റ് ഇറ്റ് ആസ് എ നോട്ട് പോലെ തന്നെ നമുക്ക് അവിടെ അത് അവൈലബിൾ ആയിരിക്കും. ആഫ്റ്റർ അതുകൂടാതെ ലൈക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അതും ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് നമ്മുടെ ഇൻ പേഴ്സൺ മീറ്റിംഗ്സിൻ്റെ അല്ലാതെ വരുന്ന ഓൺലൈൻ, എസ്പെഷ്യലി ഓൺലൈൻ സെഷൻസ് എല്ലാം തന്നെ റെക്കോർഡഡ് ആണ്. സോ ആസ് ഫാസ്റ്റ് ആസ് വി ക്യാൻ എന്ത് ചെയ്യും, നമ്മളത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾക്കത് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. പലരും അത്തരത്തിലുള്ള സെഷൻസ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ലേണിംഗ് പേർപ്പസിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അത്തരത്തിലുള്ള സെഷൻസ് എല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇവിടെ ഈ ഒരു ബിഗിനർ സീരീസിൻ്റെ ഒരു മെയിൻ അജണ്ട അല്ലെങ്കിൽ ഒരു അതിന് ഉദ്ദേശിക്കുന്നത് ഒരു ബേസ് ലൈൻ പ്രൊവൈഡ് ചെയ്യുക. ദെൻ അതിനോട് കൂടെ ഏതെല്ലാം ഏരിയകളിലേക്കാണ് നമ്മളുടെ ഫോക്കസ് പോകേണ്ടത് എന്നുള്ളതെല്ലാം ഒന്ന് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പാക്കേജിൽ ആക്ച്വലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ഓഫ് കോഴ്സ് റിക്വസ്റ്റുകൾ അനുസരിച്ചിട്ട് മേ ബി ആസ് ഓഫ് പാർട്ട് ഓഫ് ദിസ് സീരീസ് അതല്ല എങ്കിൽ മേ ബി നമ്മൾ ഇതിൻ്റെ അതല്ലാതെ റെഗുലർ മന്ത്ലി സെഷൻസ് എല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലെല്ലാം നമ്മൾ ഫർദർ സെഷൻസും കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് വി വിൽ ഡെഫിനറ്റ്ലി ട്രൈ ടു ഇൻക്ലൂഡ് ദാറ്റ് ആസ് വെൽ. അപ്പോൾ അതായിരിക്കും ആ ഒരു അപ്രോച്ച് അവിടെ ഉണ്ടാവുക. അപ്പോൾ ഫോർ ഷുവർ ഫീഡ്ബാക്ക് ഫോമിൽ നിങ്ങൾ റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യുക. ആസ് വെൽ ആസ് ഈ പറയുന്ന ഡിഫറെൻറ്റ് ഹാൻഡിൽസിലുള്ള നമ്മുടെ പ്രസൻസിനെ യൂട്ടിലൈസ് ചെയ്താൽ അത് തന്നെ ഒരു ബിഗിനർ ലെവലിൽ അത് ഒരു മോർ ദാൻ ഇനഫാണെന്ന് തന്നെ പറയാം. ദെൻ സ്റ്റിൽ നമ്മുടെ ഫണ്ടമെന്റൽസും ബേസിക്സും എല്ലാം നമുക്ക് റിഫ്രഷ് ചെയ്യാനും മേ ബി അതിൽ നിന്ന് നമുക്ക് ബിൽഡപ്പ് ചെയ്ത് കഴിയുന്ന അഡ്വാൻസ് സെഷൻസും കാര്യങ്ങളെല്ലാം തന്നെ നോക്കുവാനും ഒരു പക്ഷേ ഓർഗനൈസ് ചെയ്യുമ്പോൾ കൂടുതൽ ഇൻറ്ററാക്റ്റീവായിട്ട് നമുക്ക് അതിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനെല്ലാം അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ അതിനെ നമുക്ക് കാണാം. സോ ജസ്റ്റ് റിമൈൻഡിങ് ഒരു ഫീഡ്ബാക്ക് ഫോമോ എല്ലാവരും തന്നെ ഒന്ന് ഫിൽ ചെയ്തേക്കുക. വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ് സെഷൻ. മേ ബി വേറെ ലൈക്ക് ഐ തിങ്ക് വേറെ ക്വറീസോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ പലരും നല്ല രീതിയിൽ തന്നെ അതിനെ പരമാവധി ഇൻ്ററാക്റ്റീവ് സെഷൻ ആക്കുവാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ സെഷൻ ഹാൻഡിൽ ചെയ്ത ഹേമ, യു മേഡ് ഇറ്റ് വെരി ബ്യൂട്ടിഫുൾ. ആക്ച്വലി അതൊരു സ്റ്റോറി ലൈൻ പോലെ തന്നെ ആക്ച്വലി അത് കൊണ്ടുപോയത് വിച്ച് മേക്സ്
very beautiful. So thanks a lot for joining, guys. So നെക്സ്റ്റ് സെഷന് വേണ്ടിയിട്ടും അതിൻ്റെ ഫോളോ അപ്പ് സെഷൻസ് വേണ്ടിയിട്ടെല്ലാം നമുക്ക് നോക്കാം. മീൻ വൈൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിലുള്ള കണ്ടന്റ്സും കാര്യങ്ങളും എല്ലാം എക്സ്പ്ലോർ ചെയ്ത് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തേ. റൈറ്റ്? സോ താങ്ക് യു. Thank you, everyone. Thank you. Thanks a lot. Have a good day. Have a good weekend.